പൊന്നുമക്കളെ നിങ്ങളുണരണം, കുഞ്ഞുമുഖങ്ങൾ ശുദ്ധമാക്കണം, 5 നേരവും നിസ്കരിക്കണം, വഞ്ചനയുടെ നഞ്ഞ് വെടിയണം. പൊന്നുമക്കളെ നിങ്ങളുണരണം, കുഞ്ഞുമുഖങ്ങൾ ശുദ്ധമാക്കണം, 5 നേരവും നിസ്കരിക്കണം, വഞ്ചനയുടെ നഞ്ഞ് വെടിയണം. നാവു കൊണ്ടു നാം തേനൊഴുക്കണം, നന്മ ചെയ്യുവാൻ കൈയുയർത്തണം, വേദം ഖുർആൻ എന്നു മോദണം, വേദനിക്കുവോർക്കഭയമേകണം. നാവു കൊണ്ടു നാം തേനൊഴുക്കണം, നന്മ ചെയ്യുവാൻ കൈയുയർത്തണം, വേദം ഖുർആൻ എന്നു മോദണം, വേദനിക്കുവോർക്കഭയമേകണം. പൊന്നുമക്കളെ നിങ്ങളുണരണം, കുഞ്ഞുമുഖങ്ങൾ ശുദ്ധമാക്കണം, 5 നേരവും നിസ്കരിക്കണം, വഞ്ചനയുടെ നഞ്ഞ് വെടിയണം. പള്ളി നമ്മുടെ ഉള്ളിൽ പണിയണം, സ്നേഹം കൊണ്ടൊരു മിമ്പറുയരണം, സത്യദീനിനെ പിന്തുടരണം, ശുദ്ധരാകുവാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉസല്ലി വ ഉസല്ലിമു അഫ്ളല സ്വലാത്ത് വ അസ്ക സലാം വ അതമ്മ തസ്ലീം അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. والذين كفروا يتمتعون ويأكلون كما تأكل الأنعام والنار مسوى لهم. അഭിമന്യരായ അധ്യക്ഷരെ, ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ഭാരവാഹികളെ, പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സമാധാനം നാട്ടിലും വീട്ടിലും എന്നതാണ് എനിക്ക് നൽകിയിരിക്കുന്ന, ചർച്ച ചെയ്യാൻ നൽകിയിരിക്കുന്ന വിഷയം. ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനം. അതിന് വർണ്ണവർഗ ജാതി വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും അന്വേഷിക്കുന്നത് സമാധാനമാണ്. അത് സുഗുണനായാലും ദുർഗുണനായാലും ആഗ്രഹിക്കുന്നത് സമാധാനം തന്നെയാണ്. എന്നാൽ സമാധാനം കിട്ടുവാൻ പലരും പലതരം വഴികളാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. ചിലർ സമാധാനം കിട്ടുവാൻ ലഹരിയിലേക്ക് കടക്കും. വേറെ ചിലർ പാട്ടുകളിലേക്ക് കടക്കും. വേറെ ചിലർ ബോധമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കും. മറ്റു ചിലർ വിചാരിക്കുന്നത് പണമുണ്ടാക്കിയാൽ സമാധാനം കിട്ടുമെന്നാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും മനസ്സിന് സമാധാനം നേടുവാൻ ഒരിക്കലും സാധ്യമല്ല. പണം ഉണ്ടാകുമ്പോൾ നമുക്ക് മണിമേടകൾ പണിയാം, മനോഹരമായി ജീവിക്കാം. ആ മനോഹാരിതയിൽ അള്ളാഹു നമുക്ക് മാനസിക സംഘർഷങ്ങൾ നൽകുമ്പോൾ, ജീവിതത്തിൻ്റെ പിരിമുറുക്കങ്ങൾ നൽകുമ്പോൾ, അത് അള്ളാഹുവിൻ്റെ ചില മിലിറ്ററിയാണ്. അള്ളാഹു മനുഷ്യരിലേക്ക് നിയോഗിക്കുന്ന മിലിറ്ററിയാണ് അസമാധാനം. അസമാധാനമാണ് ജീവിതത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷം പകരുക. ആ നിലക്ക് മനസ്സിനെ സ്ഫുടം ചെയ്യുകയും മനസ്സിനെ സാംശീകരിക്കുകയും
മനസ്സിനെ പഠിപ്പിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും സമാധാനം നമ്മുടെ കൈവെള്ളയിലുണ്ടാവും. മോഹങ്ങൾ കുറയ്ക്കുക, മോഹം പരലോകത്തെക്കുറിച്ചാക്കുക. ഇവിടം മത്താഉൽ ഖുറൂറാണ്, ഇവിടെ വഞ്ചിക്കപ്പെടുന്ന ചരക്കാണ്. നമ്മുടെ ആരോഗ്യവും എൻ്റെ മുമ്പിലിരുന്ന സിറ്റി ബഷീറിനെ പോലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. ചീക്കുന്ന് മാത്രമേ ഇപ്പം അതിൽ അങ്ങനെ യൗവനത്തിൽ നിന്ന് വഴിമാറാതെ അങ്ങനെ നിൽക്കുന്നുള്ളൂ. നിത്യ യൗവനം എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ, അത് മനസ്സിനാവട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് കാലം ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിതത്തിൻ്റെ വലിയ സമയവും ജീവിച്ച് അതിനിടയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സന്തോഷം നൽകുന്ന പടച്ച തമ്പുരാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടൊരു സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ. അതിന് നിങ്ങൾക്ക് സൗകര്യമൊരുക്കി തന്ന ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിൻ്റെ പ്രവർത്തകരോട് ഞാനും നിങ്ങളും കടപ്പെട്ടിരിക്കുകയാണ്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ഇതിനുവേണ്ടി ചെലവഴിച്ചെങ്കിൽ മാത്രമേ ഇത്തരമൊരു പരിപാടി അവർക്ക് സംഘടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇത് നിങ്ങളെല്ലാം എത്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ പരസ്പരം മൗത്ത് ടു മൗത്ത് അല്ലെങ്കിൽ നോട്ടീസ് നൽകിയോ മറ്റേതെങ്കിലും മെസ്സേജ് വഴിയോ ഒക്കെ ആളുകളെ നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളെ സംഘടിപ്പിക്കാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പടച്ച തമ്പുരാൻ്റെ മാർഗത്തിലുള്ള ഓട്ടമാണ്. ഈ ഓട്ടത്തിൽ നിന്നാണ് സത്യത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാകുക. ഇസ്ലാം നമ്മോട് പറഞ്ഞത് അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനസ്സിൽ ദിക്റുണ്ടോ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടോ എങ്കിൽ സമാധാനം ഉറപ്പാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളൊക്കെ സുബ്ഹാനല്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ ഇങ്ങനെയുള്ള ദിക്റല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ നിങ്ങൾ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക. സമാധാനമുണ്ടാകാൻ ദിക്ർ വേണം. എന്താണ് ആ ദിക്ർ? ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞു, ദിക്ർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ബിൽ ലൈൽ വൻ നഹാരി, രാവിലും പകലിലും. രാത്രി കിടക്കുമ്പോൾ ദിക്ർ വേണം, പകലിൽ ജീവിക്കുമ്പോൾ സാധനങ്ങൾ തൂക്കിക്കൊടുക്കുമ്പോൾ ദിക്ർ വേണം. ആ ദിക്റാണ് ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്റോടുകൂടി ജീവിക്കുക. അത് ബിൽ ലൈലി വൻ നഹാരി വസ്സഫരി വൽ ഹലർ. മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുന്നു, യാത്രയിലായിരുന്നാലും നാട്ടിലായിരുന്നാലും വസ്സഹത്തി വൽ മർദ്, രോഗാവസ്ഥയിലായിരുന്നാലും നിങ്ങൾ ആരോഗ്യാവസ്ഥയിലായിരുന്നാലും നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദിക്ർ ഉണ്ടാവണം. പലർക്കും ദിക്ർ ഉണ്ടാകാറുള്ളത് ആരോഗ്യാവസ്ഥയിലല്ല. പലർക്കും ആരോഗ്യാവസ്ഥയിൽ നമ്മളുടെ ഇഷ്ടത്തിനൊത്ത് നാം ജീവിക്കും. നമ്മളുടെ ഇഷ്ടത്തിനൊത്ത് ജീവിച്ചാൽ നരകം സുനിശ്ചിതം, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനൊത്ത് ജീവിച്ചാൽ സ്വർഗം സുനിശ്ചിതം. വളരെ കൃത്യമാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കണം, അപ്പോഴാണ് ദിക്ർ ഉണ്ടാകുന്നത്. ആ ദിക്ർ എന്ന് പറയുന്നത് കരയിൽ വേണം, കടലിൽ വേണം, ആരോഗ്യാവസ്ഥയിൽ വേണം, രാത്രിയിൽ വേണം, പകലിൽ വേണം, എല്ലാ സന്ദർഭങ്ങളിലും ആ ദിക്ർ ഉണ്ടാവണം. ആ ദിക്റുള്ള ആളുകൾക്ക് സമാധാനം. ആ ദിക്ർ എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ മുതൽ അസമാധാനം. ഇതാണ് ഇസ്ലാമിൻ്റെ കണക്ക്. അള്ളാഹുവിൻ്റെ ദിക്ർ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒഴിഞ്ഞു പോകുമ്പോൾ, ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ ദിക്ർ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിക്കുന്നതിനാണ് നമ്മൾ ഈ ദിക്ർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആയിരം പ്രതിഫലം കിട്ടാൻ, ആയിരം തിന്മകളില്ലായ്മ ചെയ്യാൻ, ആയിരം പാപങ്ങൾ നഷ്ടപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒറ്റ ദിക്ർ 1000 പ്രതിഫലം കിട്ടും. 1000 നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. 1000 തിന്മ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തും അല്ലാഹു. 1000 പദവി പരലോകത്ത് ഉയർത്തും. ഒരൊറ്റ ദിക്റേ ഉള്ളൂ. എന്താണ് ആ ദിക്ർ? നമ്മൾ എന്ത് പറയും? സുബ്ഹാനല്ലാഹ് എന്ന് 100 പ്രാവശ്യം. ഈ സുബ്ഹാനല്ലാഹ് എന്ന് 100 പ്രാവശ്യം ദിക്ർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യണം? നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട് സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. പിന്നെ എങ്ങനെ നോക്കുക? പിന്നെ ഹലോ അറിയാം, കാണണം എന്നൊക്കെ. ഇതെന്ത് ദിക്റാ? ഇതിന് നമ്മൾ പറയാ നുള്ളിപ്പറിയാനാ, അല്ലെ, അല്ലെങ്കിൽ ചന്നി പറയാനാ പറയാ. ഇത് ദിക്റല്ല. ഇതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കും, ആക്കണേൽ അടുക്ക് തിരിഞ്ഞു നോക്കും,
മറ്റവനെ കാണുമ്പോൾ അവനോട് പറയും കാണണം, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും, ഇതിപ്പം കഴിയും, ഇത് 33 99 ആനായി എന്നൊക്കെ അവനെ വേറെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ദിക്റല്ല, ഇതൊരു തരം അള്ളാഹിനെ പറ്റിക്കുന്നൊരു പരിപാടിയാണ്. സുബ്ഹാനല്ലാഹ് എന്ന് നിങ്ങൾ പറയണമെങ്കിൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ലാംഗ്വേജ് മലയാളമാണ്, അല്ലേ? ഈ മലയാളം ഞാൻ സംസാരിക്കുന്നത് കേരളത്തിൽ ജനിച്ചതുകൊണ്ടാണ്. അറബ് നാടുകളിലാണ് ഞാൻ ജനിച്ചതെങ്കിൽ അറബിയിലാണ് സംസാരിക്കുക, മദ്രാസിലാണ് ജനിച്ചതെങ്കിൽ തമിഴാണ് സംസാരിക്കുക, ബോംബെയിലാണ് ജനിച്ചതെങ്കിൽ ഞാൻ ഹിന്ദിയാണ് സംസാരിക്കുക, ലണ്ടനിലാണ് ഞാൻ സംസാരിക്കുന്ന ആ ലാംഗ്വേജിലാണ് ഞാൻ സംസാരിക്കുക. എന്താണ് ലാംഗ്വേജ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹിനെ പറ്റി ഒന്നാല്, 2 വായകൾക്കിടയിൽ ഒരു നാവിട്ട് ഞാൻ കറക്കിയാൽ മലയാളം, അറബി കറക്കിയാൽ അറബി, അത് തമിഴൻ കറക്കിയാൽ തമിഴ് വരും പുറത്തേക്ക്, അല്ലേ? അള്ളാഹു പറഞ്ഞെന്താ? ലിസാനൻ വശഫത്തൈൻ, ഒരു നാവും 2 ചുണ്ടും നൽകി. ഭാഷ ഇങ്ങനെ പുറത്തേക്ക് വൈവിധ്യമാർന്ന ഭാഷകൾ നിങ്ങൾക്ക് എന്നേക്കാൾ അറിയാം. 1000 ഭാഷകൾ കൈകാര്യം ചെയ്യുകയും 1000 ഭാഷകളുള്ളവരുമായി സംവദിച്ച് ജീവിക്കുകയും ചെയ്ത് നിങ്ങൾക്കറിയാം. ഒരേ വായിൽ നിന്നാണ് ഈ സാധനം വരുന്നത്. അള്ളാഹു പറയുന്നു, അവരുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് അവർ കാണുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? അഫലാ തുബ്സിറൂൻ, ഉൾക്കാഴ്ചയോടുകൂടി കാണുന്നില്ലേ? അവിടെയാണ് സുബ്ഹാനല്ലാഹ്. എന്താ ഭാഷ, അല്ലേ? എൻ്റെ നാവിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നു. ഞാൻ നേരത്തെ എനിക്ക് ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് പഞ്ചസാര വേണോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ ആൾക്ക് മനസ്സിലായില്ല, ഞാൻ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ എന്താ ചോദ്യത്തിനർത്ഥം ചോദിച്ചാൽ, എൻ്റെ നാവിൽ മധുരമുള്ളൊരു ചായ ഞാൻ കുടിച്ചാൽ അപ്പം ലബോറട്ടറിയിൽ നിന്ന് എനിക്ക് റിസൾട്ട് വന്നു, മധുരമുണ്ട്, അല്ലേ? എന്താ നാവിൻ്റെ പവർ, അല്ലേ? കയ്പിൻ്റെ ഒരു സാധനം വെച്ച് നോക്കൂ, ഉടൻ റിസൾട്ട് വന്ന് കയ്പാണ്. പുളിയുള്ള ഒരു സാധനം വെച്ച് നോക്കൂ, അപ്പം റിസൾട്ട് വന്ന് പുളിയാണ്, അല്ലേ? 10 മിനിറ്റ് കഴിയണ്ട, വേണോ? ഇവിടെയാണ് സുബ്ഹാനല്ലാഹ് എന്ന് 100 പ്രാവശ്യം നിങ്ങൾ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി പറയുന്നു എങ്കിൽ 1000 പ്രതിഫലം നിങ്ങൾക്ക് എഴുതപ്പെട്ടു, 1000 തിന്മകൾ അല്ലാഹു മായ്ക്കപ്പെട്ടു, 1000 പദവികൾ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു തആല എനിക്കും നിങ്ങൾക്കും ഉയർത്തപ്പെട്ടു. ഒറ്റ വാക്കാണ്, അല്ലേ? അങ്ങനല്ലേ? ഒരു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എത്ര പ്രാവശ്യം പറയുന്നുണ്ട്, അല്ലേ? അതെന്താ അറിയുള്ളൂ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ദിക്ർ എന്താണെന്നറിയോ? കൻസുൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന്റെ നിധിയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വാക്ക് പറയുന്ന ഒരാൾക്കറിയുമോ ഞാൻ ഈ പറയുന്ന വാക്ക് സ്വർഗത്തിലൊരു നിധിയാണെന്ന്? അറിയുന്നില്ല. അതുകൊണ്ട് ആ ദിക്ർ എപ്പോഴാണ്? ഞാൻ നമസ്കരിക്കാൻ വിളിച്ചു, ഹയ്യ അല സ്വലാത്ത്, അപ്പൊ ഞാൻ പറഞ്ഞു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചോനെ, പള്ളിയിലാ നിൽക്കുന്നത്, കഴിവില്ല. എത്ര ആളുകളാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത്, അല്ലേ? പരിപാടിയിൽ പ്രോഗ്രാമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എത്ര ആളുകൾ മരിച്ചു? യുദ്ധക്കളത്തിൽ, പോർക്കളത്തിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന എത്ര പേർ മരിച്ചു? അതിശക്തമായ ഫുട്ബോൾ പ്ലെയർമാർ ഗ്രൗണ്ടിൽ മരിച്ചു വീണില്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹ്ക്ക് മാത്രമേ ശക്തിയും സഹായവും ചെയ്യാനാകൂ. എൻ്റെ ഈ പ്രസംഗം ഇത് അവസാനിപ്പിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കുമോ, അതോ നിങ്ങൾ എന്നെ കൊണ്ടുപോകേണ്ടി വരുമോ? എൻ്റെ വസ്ത്രം അഴിക്കുന്നത് ഞാനാകുമോ, നിങ്ങളാകുമോ? അറിയില്ല. അതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ. അത് ഉള്ളിൽ തട്ടിക്കൊണ്ട് പറയണം. അപ്പോഴാണ് നാം ദിക്റുള്ളവരായി മാറുന്നത്. ഈ ദിക്റാണ് നമുക്ക് സമാധാനത്തിന് ഉപകരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ ദിക്റില്ലാതെ കുറെ പണം ഉണ്ടാക്കി, നല്ല വാഹനങ്ങൾ വാങ്ങി, ഒരുപാട് നല്ല നല്ല പാർപ്പിടങ്ങൾ, ഒരുപാട് സമുച്ചയങ്ങൾ, ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ആളുകൾ നമ്മളെ കണ്ടാൽ ഭയങ്കരമായിട്ട് ബഹുമാനിക്കും. പക്ഷെ അള്ളാഹ് ബഹുമാനിക്കൂല. അള്ളാഹ് ഇതൊക്കെ തന്നെന്തിനാ അറിയോ? നമ്മളെ ചിലവലിയായിരിക്കും ഇതൊക്കെ തരുന്ന എന്നോട് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടായിട്ടാണ്. അല്ല, അള്ളാഹ്ക്ക് ഒരാൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ, അള്ളാഹു ഒരാൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ, മൻ അഹബ്ബ അല്ലാഹ്, ആരെയെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? ഇബ്തലാഹും, അവരെ പരീക്ഷിക്കും. അത് സമൂഹമായിരുന്നാലും വ്യക്തിയായിരുന്നാലും. അള്ളാഹ് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടയാളം പരീക്ഷണങ്ങൾ നിരവധി നിരന്തരം വന്നുകൊണ്ടിരിക്കും, ഒന്നിന് പിറകെ ഒന്നായി. ഏറ്റവും കൂടുതൽ ലോകത്ത് പരീക്ഷിക്കപ്പെട്ടവരാരാ? അശദ്ദുൽ ബലാ അൽ അംബിയാ, അമ്പിയാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ അള്ളാഹ് പരീക്ഷിച്ചത്, അല്ലേ? ഏറ്റവും കൂടുതൽ രോഗം കൊണ്ടായിരുന്നാലും, പ്രബോധന രംഗത്തെ പ്രയാസങ്ങൾ കൊണ്ടായിരുന്നാലും, ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ
ഒരു നേരം ആലോചിച്ചു നോക്കൂ, എന്തെല്ലാം പരീക്ഷണങ്ങളാണ് ഈ തൗഹീദി പ്രബോധന രംഗത്ത് പ്രവർത്തിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കേണ്ടി വന്നത്. കുടുംബരംഗത്ത് പരിശോധിച്ചു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പ്രബോധനം ചെയ്യുന്നു. ആ പ്രബോധനം ആരംഭിക്കുന്നതിന് മുമ്പാണ് 2 കുട്ടികളെ കല്യാണം കഴിച്ചത്, അല്ലേ? ഉമ്മു കുൽസൂമിനെയും റുഖിയയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു കൊടുത്ത ആർക്കാണ്? അബൂജഹലിന്റെ മക്കൾക്ക്, ഉത്ബക്കും മുത്തൈബക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തു. തൗഹീദി പ്രബോധനത്തിൽ നിന്ന് പിന്മാറാൻ അബൂജഹലും തന്റെ ഭാര്യ ഉമ്മു ജമീലും അതിശക്തമായി ആവശ്യപ്പെട്ടു. അവർ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ. പരസ്പരം പൊരുത്തപ്പെട്ടു പോകാൻ എന്തൊരു പ്രയാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെയും വിവാഹം മോചനം ചെയ്യാൻ ചെറുപ്പക്കാരായ ഉത്ബയും മുത്തൈബയും തയ്യാറല്ലാത്തത് കൊണ്ട് സ്വന്തം മാതാവ് ഉമ്മു ജമീൽ പ്രേരിപ്പിച്ച് മക്കളെ കൊണ്ട് വിവാഹം മോചനം ചെയ്യിപ്പിച്ചു. അറിയണം നിങ്ങൾ, 2 പേരെയും ഒഴിവാക്കി, വീട്ടിൽ കൊണ്ടുവന്നാക്കി. എന്തേ കാരണം? ആരുടെ മകളെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൽ അശദ്ദുൽ ബലാ അൽ അംബിയ, അല്ലേ? എത്ര നബിമാരാണ് രോഗാതുരരായത്, അല്ലേ? നോക്കൂ നിങ്ങൾ, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വന്തം മകൻ നഷ്ടപ്പെട്ടു. പരീക്ഷണല്ലേ? കരഞ്ഞ് ഒബിയല്ലത്ത് ഐനാഹു, 2 കണ്ണിന്റെയും കൃഷ്ണമണി വെളുത്തുപോയി. ദുഃഖത്താൽ ഞാൻ പരത്തി പറയേണ്ട ആവശ്യം പ്രബുദ്ധമായ ഈ സമൂഹത്തിന് മുമ്പിലില്ല, എങ്കിൽ പോലും കടന്നു പോവുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്തു. സ്വന്തം മകൻ കൻആൻ ഏറ്റവും വലിയ ശത്രു, സ്വന്തം ഭാര്യ ശത്രു. നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോഴേക്കും നമ്മളെന്താ വിചാരിക്കുക വെച്ചാൽ, എന്താ ചെയ്യുക, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലേ, അതുകൊണ്ടാണോ? അപ്പം അള്ളാഹ് ഇഷ്ടപ്പെടുമ്പോഴാണ് പരീക്ഷണം ആരംഭിക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ മുകളിലാണ് ദിക്ർ വരേണ്ടത്. അപ്പോഴാണ് സമാധാനം. ഇസ്ലാം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനം. പക്ഷെ നമ്മൾ മുസ്ലിം ആയിരിക്കണം, നല്ല സമാധാനമാവുള്ളൂ. മുസ്ലിം ആവാനുള്ള കണ്ടന്റാണ് ഞാൻ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹു വൈവിധ്യമാർന്ന രൂപത്തിൽ പരീക്ഷിക്കുന്ന പറഞ്ഞത്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജുഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരി സ്വാബിരീൻ. നാം നിങ്ങളെ വൈവിധ്യമാർന്ന രൂപത്തിൽ പരീക്ഷിക്കും, ഭയം നൽകി പരീക്ഷിക്കും. ശത്രുഭയം, ഒരുപാട് ശത്രുക്കൾ. ഇപ്പോൾ എല്ലാ ആളുകളും, ഇപ്പം ശത്രുക്കളില്ലാത്ത ആരുമില്ല കേട്ടോ. ഇപ്പം ശത്രുക്കൾ, മിത്രം എന്ന് പറയുന്ന ആള് കൈ കൊടുക്കുമ്പോൾ മനസ്സിലാവും മിത്രാണോ ശത്രുവാണോ. അതെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച് ഷൈക്കൻ ചെയ്യാൻ കേട്ടോ. ചിലവർ 5 വിരലിനെ കാട്ടിയിട്ട് 3 വിരൽ തരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എനർജി പാസ് ചെയ്യുക? എനിക്ക് തോന്നുന്നു നെഗറ്റീവാണ്. ചിലർ അസ്സലാമു അലൈക്കും കൈ തരാൻ മാത്രമില്ല ഇവിടേക്ക്, അല്ലേ? അപ്പോഴും നമുക്ക് ഓരോന്ന് പാസ് ചെയ്യും. നേരെ മറിച്ച് നമ്മൾ കൽബ് കൊണ്ട് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ നമ്മൾ കൈ കൊടുത്താൽ മാത്രം മതി, അപ്പം വരും പോസിറ്റീവ് എനർജി, അപ്പം വരും, ഇല്ലേ? പരസ്പരം ആ സ്നേഹം, ആ സമാധാനം, ആ സന്തോഷം ഞാൻ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് പ്രയാസഘട്ടങ്ങളിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. കാരണം ഞാൻ നിങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചാൽ പടച്ചതമ്പുരാൻ എൻ്റെ പരലോകത്തെ പ്രയാസം എനിക്ക് കുറക്കുമെന്ന പ്രവാചകന്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സത്യവിശ്വാസി എപ്പോഴും തൻ്റെ കൂട്ടുകാരനോട്, സുഹൃത്തിനോട് വളരെ സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും അങ്ങേയറ്റത്തെ സ്നേഹവും അനുകമ്പയും അങ്ങനെയായിരിക്കും പെരുമാറുക. പക്ഷേ ഇപ്പം അങ്ങനല്ല. ഇപ്പോൾ കംപ്ലീറ്റ് പാരയാണ്. ഈ പാരാസൈക്കോളജി ഉണ്ടായ ഇതാണോ എനിക്ക് സംശയമുണ്ട്. എന്താ കാരണം അറിയോ? മുമ്പ് ഒരു കഥ പറയാറുണ്ടാവും, ഇല്ല എൻ്റെ പ്രസംഗം ശരിയാവില്ല, ഒരു കഥ എനിക്ക് എന്തായാലും വേണം, എന്നാലേ ഞാനാവുള്ളൂ. അതുകൊണ്ടാണ്. മുമ്പ് ഒരാളുണ്ട്, അയാളുടെ മെയിൻ പണി പാരപ്പണിയാണ്, ആൾക്കാർക്ക് പാര വെക്കുക. അങ്ങനെ ആളുകളൊക്കെ അയാൾ വെറുത്തു. അയാൾ അവസാനം പറഞ്ഞു, ഇനി ഞാൻ പാരപ്പണി നിർത്തുക, നാട്ടുകാരെ പാരപ്പണിയൊക്കെ നിർത്തുകയെന്ന്. ആ സമയത്ത് അയാൾ രോഗിയായി. അപ്പം അയാൾ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഉപ്പ ഒരുപാട് ആളുകൾക്ക് പാര പണിഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുപാട് ദുഃഖിച്ചിപ്പിച്ചിട്ടുണ്ട്. ഉപ്പാക്കൊരു പശ്ചാത്തലം പറഞ്ഞ അഫാർത്തൊന്നല്ല മൂപ്പര് പറഞ്ഞു കൊടുത്തത്. മൂപ്പര് പറഞ്ഞു, ഞാൻ മരിച്ചാൽ ഒരു പാരല്ലേ, നമ്മൾ തേങ്ങ വിളിക്കുന്ന പാര,
അത് നീ എൻ്റെ പിന്തുവാറ്റ് കൂടെ കയറ്റിട്ടേക്കേണ്ടി, അതിനൊരു കഫാർത്തായിട്ട് ഇത്രയും ചെയ്തതിന്. ബാപ്പാൻ്റെ ഒസിയത്തല്ലേ അരിച്ചിട്ട് മരിച്ചപ്പം മക്കൾ കയറ്റി. കാണാൻ വന്നോല് പറഞ്ഞു മക്കൾ ബാപ്പാനെ കൊന്നു പാര കയറ്റിയിട്ട്. ഇയാൾ മരിക്കാൻ നേരത്ത് മക്കൾക്ക് കൂടി പാര വെച്ചിട്ടാണ് പോയത്. ഇന്നും മക്കൾ ജയിലിൽ നിറങ്ങിയില്ല എന്നാണ് കഥ. സ്വന്തം ബാപ്പാൻ എന്ന് പറഞ്ഞാൽ ഈ പാര പണിത് പരിശീലിച്ച ചില ആളുകളുണ്ട്. ഓർക്ക് പാര പണിയാണ്ടക്കാനേ കഴിയൂല. ഓർക്ക് അല്ലെങ്കിൽ നേരം വെളുത്ത കണ്ണ് തുറന്നാൽ പാരയാണ്. അതെ, അങ്ങനത്തെ കുറേ ആൾക്കാർ അത് അവരുടെ ബോഡി അങ്ങനത്തതാണ്. അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ മാനസികാവസ്ഥയും അവരൊരിക്കലും നന്നാവില്ല. അവർ അള്ളാഹിൻ്റെ ദിക്റിലേക്ക് വരില്ല. ഞാനൊരു ചെറിയ കഥ നിങ്ങൾ കേട്ടതും ഒരുപാട് പ്രാവശ്യം ശ്രദ്ധിച്ചതുമായ ഒരു കഥയായിരിക്കാം ഞാൻ പറയുന്നത്. മാലിക് ഇമാം അദ്ദേഹത്തിൻ്റെ മുവത്ത് ഉണ്ടാവല്ലോ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമാണ് മുവത്തിൻ്റെ അധ്യാപകനാണ് ആര്? ഇമാം ശുഅബത്തുൽ ഹജ്ജാജ് അല്ലേ. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഒരു യാത്ര പോവുകയാണ്. വഴിയിൽ ഒരു കള്ളുകുടിയൻ തടഞ്ഞു വെച്ചു ചോദിച്ചു ഇവിടെ പോവുക ചോദിച്ചു. പറഞ്ഞു ഞാൻ ഹദീസ് പഠിപ്പിക്കാൻ പോവുക. ഓ എങ്കിൽ അല്ലിംനി ഹദീസാ, പഠിപ്പിക്കണേ എന്നെ ഹദീസ് പറഞ്ഞു കള്ളുടിയൻ. ഈ കള്ളുടിയൻ അബ്ദുല്ലാഹിൽ മസ്ലം അൽ ഖൈനവി. അദ്ദേഹം നാട്ടിലെ കാട്ടുപോക്കിരിയാണ്, നാട്ടിലെ തെമ്മാടിയാണ്, നാട്ടിലെ കൊള്ളസംഘത്തിൻ്റെ തലവനാണ്. എല്ലാ ദുർവൃത്തിയും കൊലപാതകവും ഒക്കെ ചെയ്യാൻ അത് മാത്രമാണ് ആ ബോഡിയിൻ്റെ ഏറ്റവും മാനസിക സന്തോഷം ലഭിക്കുന്ന ശരീരം. അങ്ങനെ ഇദ്ദേഹത്തോട് പറഞ്ഞു അല്ലിംനി ഹദീസ, പഠിപ്പിക്കണ ഹദീസ് പറഞ്ഞു ഇമാം ശുഅബത്തുൽ ഹജ്ജാജിനോട്. അപ്പം ഇമാം പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഹദീസ് പഠിക്കാനുള്ള മാനസികമായ സംശുദ്ധിയില്ല, അതുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല. ഈ അബ്ദുല്ലാഹിൽ മസ്ലം അൽ ഖൈനവി കടാരി എടുത്തിട്ട് കഴുത്തിൽ വെച്ചിട്ട് പറഞ്ഞു അല്ലിംനി ഹദീസ, പഠിപ്പിക്കട ഹദീസ് പറഞ്ഞു. അപ്പോൾ നമ്മളെ ഇമാമ് പഠിപ്പിച്ചു കൊടുത്തൊരു ഹദീസ് കേട്ടോളൂ, ഒറ്റ വാക്കുള്ളൂ. ഫൈലം തസ്തഹി ഫസ്നഉ മാ ശിഅത, നീ ലജ്ജിക്കുന്നില്ലെങ്കിൽ അനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഈ ഒരൊറ്റ ഹദീസ് അദ്ദേഹത്തെ ജീവിതത്തിൻ്റെ മുച്ചൂടും മാറ്റിമറിച്ചു. നമ്മളിപ്പോൾ എത്ര പ്രാവശ്യം കേട്ടിക്കണ്, അനങ്ങിയില്ല നമ്മൾ. എന്താ അവിടെ മാറ്റം ശ്രദ്ധിച്ചു നോക്കുക. ലജ്ജിക്കുന്നില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, അതാണല്ലോ ഹദീസ് പഠിപ്പിച്ചത്. ഇമാമിനെ മാറിവിട്ടു, ഇമാം പോയി. അദ്ദേഹം വീണ്ടും ചിന്തിച്ചു, വളരെ പ്രയാസത്തോടുകൂടി ചിന്തിച്ചു, ലജ്ജിക്കുന്നില്ലെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഈ ഹദീസ് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ? ലജ്ജിക്കുന്നില്ലെങ്കിൽ എന്തും പറയാം, ലജ്ജിക്കുന്നില്ലെങ്കിൽ എന്തും ചെയ്യാം, ലജ്ജിക്കുന്നില്ലെങ്കിൽ എവിടേക്കും പോകാം, ലജ്ജിക്കുന്നില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും പാര പണിയാം, ലജ്ജിക്കുന്നില്ലെങ്കിൽ ദിക്റില്ലാതെ ജീവിക്കാം, അല്ലേ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഹദീസിന്റെ വിശാലത. അദ്ദേഹത്തിന് ആ വിശാലതയാണ് അദ്ദേഹത്തിന് അള്ളാഹു ആ ഹിദായത്ത് മനസ്സിലേക്ക് ആ നൂറ് ആ പ്രകാശം അള്ളാഹു കയറ്റി വിട്ടു. അബ്ദുല്ലാഹിൽ മസ്നവി നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൻ്റെ കൊലായിൽ മുഴുവനും കൂട്ടാളികളായ ആളുകൾ കൂത്താടാൻ കാത്തിരിക്കുകയാണ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഈ ദിക്ർ ഒഴിഞ്ഞ ആളുകൾക്ക് സുഹൃത്തുക്കൾ ഒരുപാടുണ്ടാവും. ദിക്റുള്ളവർക്ക് കുറച്ച് ആൾക്കാരെ ഫ്രണ്ട്സ് ഉണ്ടാവുള്ളൂ. ദിക്റില്ലാഞ്ഞാൽ ഹലോ 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 അവിടെയുടെ വടിയു എൻ്റെ റബ്ബേ, ദുനിയാവിൽ ഓന് മാത്രം ഇംഗ്ലീഷ് അറിയും തോന്നും, ആ കോലത്തിലാ. പിന്നെ ബായിടാ സീയുടാ പോയിടാ, ഇതൊക്കെ വന്നതാ. ദിക്റുള്ള എന്താ പറയാ? ദിക്ർ എന്താ? അസ്സലാമു അലൈക്കും അല്ലേ? കൈ ആട്ടിയാലോ, കൈ ആട്ടിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാലോ ധാര ദിക്റാ അറിയാം നിങ്ങൾക്ക്? ഇത് ഹദാ ഫൈലുൽ യഹൂദ്, ജൂതന്മാരുടേതാ, നസാറ ക്രിസ്ത്യാനികളുടേതാണ്. ടാറ്റ എന്ന് പറയാൻ നമുക്ക് പാടില്ല, അത് ദിക്റല്ല, അത് ഫൈലുൽ യഹൂദ് വഫൈലുൻ നസാറ. മുസ്ലിങ്ങളുടെ കൈ ഇങ്ങനെ കാണിക്കുക, ദൂരത്തുള്ള ഒരാൾക്ക് സലാം ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ കൈ പിടിച്ച് ഷെയ്ക്കൻ ചെയ്യും, അല്ലേ? അങ്ങനല്ലേ? ടാറ്റയും ഓക്കയും ബിർളയും ഒന്നും നമുക്കുള്ളതല്ല. പക്ഷെ നമുക്ക് നമ്മളെ ദിക്റില്ലാത്ത നമ്മളെ ഫാമിലി നിങ്ങൾ നോക്കേണ്ടി, കുട്ടികൾ പാപ്പ പോകുമ്പോൾ ഒക്കെ തെറ്റിട്ട് മോനെ ടാറ്റ പറയും, മോനെ ടാറ്റ പറയും. അപ്പോൾ കുട്ടി എന്താണ് കുട്ടി വലുതായി പോട്ടോ, എങ്ങോട്ടുണ്ടാവും? ഒന്നും വലുതാവില്ല, ഓനെന്താകുക നമ്മൾ പിന്നീട് പറഞ്ഞു തരാൻ. അപ്പോൾ ഇത് വളരുന്നതനുസരിച്ചിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പം സമാധാനം എന്ന് പറയുന്നത് നമ്മൾ വളമിട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. സ്വന്തമായിട്ട് ചിലവരൊക്കെ പറയുന്നുണ്ട് നമ്മളോട്, മൗലി നിസ്കരിക്കുമ്പോൾ പിന്നെ ഒരു പിടുത്തം കിട്ടുന്നില്ല, അതിനെന്താ ചെയ്യേണ്ടത്? കിട്ടുമോ? 5 മിനിറ്റ് നേരത്തേക്ക് മൂപ്പർക്ക് ദിക്ർ കിട്ടുന്നില്ല, ഒന്നും കിട്ടൂല. സാധാരണ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ നിസ്കരിക്കാൻ കൈയെട്ടിയാലേ ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നെ അവിടെ ഉണ്ടാവില്ല.
ഇപ്പോൾ ക്രിസ്ത്യൻസിൽ പള്ളിയിൽ നിന്ന് കയ്യെട്ടിയാൽ അല്ലാഹു അക്ബർ എന്ന് കയ്യെട്ടും. കയ്യെട്ടി കുറച്ച് നേരം മൂപ്പര് ഇവിടെ ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മൂപ്പരിപ്പോൾ മാറഞ്ചേരിക്കാനാണെങ്കിൽ മാറഞ്ചേരിയൊക്കെ എത്തും, തലശ്ശേരിക്കാനാണെങ്കിൽ അവിടെ എത്തും. ആ ബ്രിഡ്ജൊക്കെ ഇങ്ങനെ കാണും റുക്കു പോകുമ്പോൾ. അല്ല, ഓരോരുത്തരുടെ നാട്ടിലും ബ്രിഡ്ജുണ്ടാവുമല്ലോ. ഇപ്പം നാളെയാണ് രാവിലെ പോകും കൂടി ചെയ്യുകയാണെങ്കിൽ പറയും വേണ്ട. മൂപ്പര് പ്ലെയിനിലൊക്കെ ആയിരിക്കും, സലാം വീട്ടാൻ നേരത്തായിരിക്കും മൂപ്പരിങ്ങനെ ആ അവിടുത്തെ എയർ ഹോസ്റ്റസിനെ വരെ ഓല നമ്മൾ അങ്ങനെയാണല്ലോ വെൽക്കം എന്നിട്ട് നമ്മൾ വെൽക്കം ചെയ്യണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടാണ് റുക്കൂല് സുജൂലൊക്കെ പോവുക. സലാം വീട്ടാൻ നേരത്തെ മഗ്‌രിബല്ലേ ഇത്രേ ദിക്റ് നമുക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ സമാധാനത്തിന് വലിയ ചാൻസ് ഒന്നുമില്ല. പിന്നെ വിഷയം പറയല്ലാണ്ട് നിവൃത്തിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം സമാധാനത്തിന്, ഇങ്ങോട്ട് ഇസ്ലാമിലേക്ക് കേട്ടോ. ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനമാണ്. ഇസ്ലാം പറയുന്ന സമാധാനത്തിന് എന്ത് വേണം? ഇസ്ലാം പറയുന്ന ചില ഡയറക്ഷൻസുകളുണ്ട്, അതിലൂടെ ജീവിക്കണം. പരീക്ഷണങ്ങൾ വരുമ്പോഴേക്കും തകർന്നടിയരുത്. പരീക്ഷണങ്ങൾ വരുമ്പോഴേക്കും അങ്ങേറ്റത്തെ പ്രയാസങ്ങൾ കാണിക്കരുത്. പരീക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാഹു പറയുന്നു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, വിശപ്പ് തന്ന് പരീക്ഷിക്കും, പട്ടിണിയും പരിവട്ടവും തന്ന് പരീക്ഷിക്കും, ജോലിയില്ലാതെ പരീക്ഷിക്കും. നാടുകളിൽ ഇവിടെ സുഹൃത്തുക്കളുടെ സഹായത്തിൽ വർഷങ്ങളോളം ജീവിക്കുന്ന എത്ര പ്രവാസികളുണ്ട്. പാവപ്പെട്ട അവരെ അള്ളാഹു പരീക്ഷിക്കുമ്പോൾ അവർക്ക് മനപ്രയാസം ഉണ്ടാവും, മനസമാധാനം എവിടുന്ന് കിട്ടും? അള്ള പറയുന്നു, കിട്ടാൻ നാം നിങ്ങളെ പരീക്ഷിക്കും. വൈവിധ്യമാർന്ന പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങളിൽ അതെന്തൊക്കെയാണ്? ഒന്ന് ഖൗഫ്, ഭയം. പിന്നെ നമുക്ക് തരാൻ പോകുന്ന സാമ്പത്തിക ഞെരുക്കം, നഖ്സിമിനൽ അംവാൽ. പിന്നെയോ നഖ്സിമിനൽ അൻഫുസ്, ശാരീരികമായ ചുരുക്കം. കുടുംബത്തിന്റെ ഗൃഹനാഥനെ പെട്ടെന്ന് കൊണ്ടുപോയി, അത് കഴിഞ്ഞ് മക്കളിൽ പ്രിയപ്പെട്ടവരെ കൊണ്ടുപോയി. ഓരോരുത്തരെയും കൊണ്ടുപോകുമ്പോൾ എന്താണ് പടച്ചവരെ, ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? എന്തിനു വേണ്ടി നീ എന്നെങ്ങനെ പരീക്ഷിക്കുന്നു? ഓർക്കുക, ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ പ്രവാചകന്മാർ. അത് കഴിഞ്ഞാൽ ആരാണ്? ആ പ്രവാചകന്മാരുടെ വഴി സ്വീകരിച്ച വിശ്വാസികൾ. ആ വിശ്വാസികളായ ആളുകൾക്ക് സമാധാനം കിട്ടാൻ അവർ അള്ളാഹുവിലേക്ക് പരീക്ഷിച്ചിട്ട് അള്ളാഹു കൊയങ്ങൂല. പരീക്ഷിക്കുമ്പോൾ നമ്മളാ കൊയങ്ങുക അല്ലേ? ക്ഷീണിക്കരുത്, തളരരുത്. അള്ളാഹ് പറയുന്നു, സാമ്പത്തിക ഞെരുക്കം, ശാരീരിക ഞെരുക്കം, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, സംഘർഷങ്ങൾ, പിരിമുറുക്കങ്ങൾ, ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്ന നിരവധി പ്രയാസങ്ങൾ വരുമ്പോൾ പിടുത്തം വിട്ടു. അവിടെയാണ് അള്ളാഹു പറയുന്നത്, ഇങ്ങനൊക്കെ പരീക്ഷിക്കും നാം നിന്നെ. നീ യഥാർത്ഥ വിശ്വാസിയാണോ? സ്വർഗത്തിലേക്ക് എന്നെ എടുക്കാൻ പറ്റുമോ? അതോ നീ സുഖത്തിന് വേണ്ടി ജീവിക്കുന്നവനാണോ? സന്തോഷവും സമാധാനവും മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്നവനാണോ? ഒരു പരീക്ഷണത്തെയും സമാധാനമായി കാണാൻ തയ്യാറില്ലാത്തവനാണോ? അതല്ല പരീക്ഷിക്കും. എന്നല്ല പറയാ, സ്വർഗമുണ്ടെന്ന് നബിയെ സന്തോഷ വാർത്ത അറിയിച്ചേക്കും. ആർക്ക്? ക്ഷമാശാലികൾക്ക്. ഇതിൽ എത്ര പേര് ഇങ്ങനെ പരീക്ഷിച്ചാൽ ക്ഷമയോടുകൂടി അള്ളാഹുവിൻ്റെ ദിക്റോടുകൂടി ജീവിക്കുന്ന ആളുകളുണ്ടാവും? കുറവായിരിക്കും. പെട്ടെന്ന് വഴിവിട്ടു അല്ലേ? നേരെ മറിച്ച് നമ്മൾ സമാധാനം എന്ന് പറയുന്നതിന് അല്ല പറയാൻ വല്ലദീന കഫറു, എന്നാൽ ഈമാനില്ലാത്ത, തൗഹീദില്ലാത്ത, ജീവിതത്തിൽ ജീവിത വിശുദ്ധിയില്ലാത്ത, ദിക്റില്ലാത്ത ആളുകളെ സംബന്ധിച്ചോളം അള്ളാഹു പറയുന്നു, അവർക്ക് യതമത്തഊൻ വയഅ്കുലൂൻ, അവർക്ക് സുഖിക്കുക, തിന്നുക, അതൊക്കെ വല്ല പണി. അവർക്ക് സമാധാനം കിട്ടുക നല്ല ഭക്ഷണം. എന്ത്? പലതരം ഭക്ഷണത്തിനൊക്കെ കേട്ടില്ല നിങ്ങൾ? ഇപ്പോൾ ഇബാദത്താണല്ലോ, ഇബാദത്തിൻ്റെ പേരല്ല ഭക്ഷണം. ഇപ്പം നമ്മൾ ചെയ്യേണ്ട പണിയൊക്കെ ജീവികളെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് അല്ലേ? തവാഫ് ചെയ്യേണ്ട മനുഷ്യന്മാരാണ്, കോയിനെ കൊണ്ടാണ് പണിയെടുപ്പിക്കുന്നത്. പിന്നെ നമ്മൾ കോഴി ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ കാണാൻ സുജൂദിൽ ഇങ്ങനെ നിൽക്കുന്ന കോയിൻ്റെ, അതിന് പൊരിച്ച് വെച്ച കോഴിയെ ഒന്നായിട്ട് ഒറ്റൊന്ന് കോയിൻ്റെ ഉള്ളിലൊക്കെ മാന്തുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കോഴിമുട്ട അടയ്ക്കുക, എന്നിട്ട് ആ കോഴിമുട്ട എല്ലാം കൂടി നിറച്ചിട്ട് ആടിനെ അറുത്ത് കണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ മാന്തുക, ഇതെല്ലാം കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ആക്കുക, ഈ കോഴി മുട്ടഞ്ഞെല്ലാം കൂടി, എന്നിട്ട് മൈദ മാവ് കൊണ്ട് കഫൻ ചെയ്തിട്ട് നക്കുക. അതാണ് പള്ള പറഞ്ഞത്. വല്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക് സോലസുഖം, യതമത്തഊൻ, അവർ സുഖിക്കുകയാണ്, ആനന്ദിക്കുകയാണ്, രമിക്കുകയാണ്. അതോടൊപ്പം അവർക്ക് ഒരുപാട് സെക്ഷൽ കണക്ഷൻസുകൾ, ഇതൊക്കെയാണ് അവരുടെ സുഖം. യതമത്തഊൻ വയഅ്കുലൂൻ കമാ യഅ്കുലുൽ അൻആം. അല്ലാഹ് പറയാ, നാക്കാലികൾ തിന്നുക, രമിക്കുക എന്നതുപോലെ സുഖിക്കുക എന്നതാണ് അവരുടെ ജീവിതത്തിന്റെ സമാധാനം. ഇസ്ലാം കാണുന്ന സമാധാനം അതല്ല. എന്നിട്ട് അള്ളാഹു പറയാ, ഇങ്ങനെ തിന്നാൻ കൊടുത്ത് രമിച്ച് ഒരുപാട് തമ്മാടിത്തങ്ങളും താന്തോയിത്തങ്ങളും തനിക്ക് തോന്നിയതുപോലെയും ജീവിച്ച ആളുകൾ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, വന്നാറു മസ്വല്ലഹും, അവരുടെ അഭയകേന്ദ്രം നരകമാണ്. ഇവിടുന്നാണ്ട് കൊണ്ടുപോകും അല്ലേ?
ഇപ്പം നമ്മളെ ആളുകൾ ഗൾഫിൽ നിന്നാണെങ്കിൽ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരും. നാട്ടിലേക്ക് വന്ന് കുറച്ച് ദിവസം ഇങ്ങനെ തിരിഞ്ഞ് കളിച്ച് അവിടെ സ്ഥലം വാങ്ങി ഇവിടെ സ്ഥലം വാങ്ങി എന്തെങ്കിലുമൊക്കെ വീടൊക്കെ ഉണ്ടാക്കാനാവുമ്പോഴേക്കും അള്ളാഹു ബെല്ലടിച്ചു പോവുകയാണ്. ആ ബെല്ലടിയിലാണ് പടച്ചോനെ നമുക്ക് സമാധാനം ഉണ്ടാവേണ്ടത്. ആ സമാധാനം അവിടെയും കിട്ടണം, നമുക്ക് ഇവിടെയും കിട്ടണം. ആ സമാധാനം കിട്ടുന്ന ആളുകൾ പരീക്ഷണ വേളയിൽ അതിശക്തമായ പിടുത്തമുള്ളവരാണ്. അവർ മരിക്കുമ്പോൾ 70,000 മലക്കുകൾ വാനലോകത്ത് ഇറങ്ങുന്ന റസൂലുള്ള പറഞ്ഞു കേട്ടോ. വാനലോകത്ത് 70,000 മലക്കുകൾ, ഒന്നല്ല രണ്ടല്ല കേട്ടോ. അത് അവർ മരിക്കുമ്പോൾ നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ദിക്റില്ലാത്ത, തൗഹീദില്ലാത്ത, ഈമാനില്ലാത്ത, പരീക്ഷണവേളയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത, സമാധാനം എന്ന് പറയുന്നത് തോന്നിയാസത്തിൽ മാത്രം കണ്ടെത്തിയ അവർ മരിക്കുമ്പോഴും 70,000 ആളുകൾ ഇറങ്ങും ആകാശലോകത്ത്. മറ്റവരെ ഇറങ്ങുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് വന്നാസിയാത്തി ഉറക്ക വന്നാഷിത്താത്തി നെഷ്ട അല്ലേ. കെട്ടയച്ചു വിടും പോലെ, നാഷിത്താത്തി നെഷ്ട, ഒരു കെട്ടയച്ചു വിടുന്നത് പോലെ മരിക്കുന്ന സമയത്ത് 70,000 ആളുകൾ അതാ വരുന്നു സ്വർഗ്ഗലോകത്ത്. വന്നിട്ട് അവരുടെ കയ്യിൽ മാഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, സ്വർഗത്തിന്റെ കഫൻ തുണിയുണ്ട്. ഹനൂത്ത് ബിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗത്തിലുള്ള വാസനദ്രവ്യമുണ്ട്. അവർ ഈ 70,000 മലക്കുകൾ വന്ന് 70,000 മലക്കുകളിൽ ഒരാൾ അവരുടെ ശരീരവും ജസദും റൂഹും തമ്മിൽ വേർപ്പെടുത്തി ഇതിലേക്ക് അങ്ങ് വെക്കും, കഫൻ ചെയ്ത് കൊണ്ടുപോകും. ഒന്നാം ആകാശത്തെത്തുമ്പോൾ ചോദിക്കും മഹാദർ റൂഹു തയ്യിബ്, ഈ വിശുദ്ധാത്മാവ്. ഇവരിവിടെ മരിക്കുമ്പോൾ തന്നെ വാനലോകത്തുള്ള മലക്കുകൾക്ക് ശുദ്ധമായ വളരെ മനോഹരമായ സ്മെല്ല് വരാൻ തുടങ്ങും. അറിയോ, ഇതൊക്കെ അള്ളാഹിന്റെ വഴികളാണ്. അള്ളാഹിന്റെ മലക്കുകൾ ആനന്ദത്തോടു കൂടി നല്ലൊരു മനുഷ്യൻ മരിച്ചിരിക്കുന്നു എന്നവർ അറിഞ്ഞു. ആത്മാവുമായി കയറി വരുന്ന മലക്കുകളോട് അവർ ചോദിക്കും മഹാദർ റൂഹു തയ്യിബ്, ഈ വിശുദ്ധാത്മാവ് ഏതാണ്, ഈ സമാധാനം പ്രാപിച്ച ആത്മാവ് ഏതാണ്? മറുപടി പറയുന്നു ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാളുടെ മകൻ ഇന്നാളാണ്, ഇന്ന പേരാണ് അദ്ദേഹത്തിന് ദുനിയാവിൽ ഇട്ടത്. അതുകൊണ്ടാണല്ലോ അഹ്സിനു അസ്മാക്കും നല്ല പേരിട്ടുള്ളതുകൊണ്ടിയാണ്. നമ്മൾ അടാ ഉടി ഇടി രണ്ടക്ഷരം നോക്കി വേഗം വിളിക്കാൻ അങ്ങനെയുള്ള ആളല്ലോ. പേരിൻ്റെ ബുക്ക് വരെ അടിച്ച് വെക്കണമല്ലേ നമ്മൾ. അത് നിങ്ങൾ ഓരോ ബുക്ക് സ്റ്റാൾ ചെയ്ത് നോക്കിയാൽ കാണാം. 2001 രാവുകൾ അല്ല 2001 പേരുകൾ, രണ്ടും തന്നെയാണ്. അപ്പോൾ എന്നിട്ടും അതിലൊന്നുള്ള ഇട്ടിട്ട് മതിയാകായിട്ട് നെറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഓൻ SLC പാസ്സായി, എന്നിട്ടും പേരുറപ്പിച്ചില്ല. അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ട്. ഓർക്കറിയില്ലേ പേരെന്തിനാടുന്നത്, പേരവിടെ പറയാനുള്ളത്. അപ്പം എന്തുണ്ടാവും, ഒന്നാം ആകാശം തുറക്കപ്പെടും, റൂഹുമായി രണ്ടാം ആകാശത്തേക്ക് ചോദ്യം. അവിടുന്ന് മലക്കുകൾ, അവിടെയും വാതിൽ തുറക്കപ്പെടുന്നു. അങ്ങനെ 2, 3, 4, 5, 6, 7 ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുമ്പോൾ അതാ തുറന്നു കിട്ടും. ആർക്ക്? ഈ ദുനിയാവിൽ ദിക്റോടുകൂടി ജീവിച്ചവർക്ക്. ഇവിടെയും സമാധാനം, അവിടെയും സമാധാനം. ഇവിടെയും പരീക്ഷത്തിൽ പരാജയമില്ല, അവിടെയും പരാജയമില്ല. പോകുന്നു. 7-ാം ആകാശം തുറന്നപ്പോൾ ഇന്നൽ അബ്റാറ ലഫി ഇല്ലിയീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബുൻ മർഖൂം എന്നൊക്കെ ഖുർആൻ പറയുന്നു. ആ വിഷയം അങ്ങനെ പുണ്യം ചെയ്ത വളരെ മനോഹരമായി അള്ളാഹിന് വേണ്ടി ജീവിച്ച ആളുകൾ അവരുടെ ആത്മാവുകൾക്ക് ചെന്നു ചേരാൻ അതാ ഒരുക്കിയിരിക്കുന്നു. അവരുടെ നമ്പർ ഇടാൻ കിതാബുൻ മർഖൂം, രേഖപ്പെടുത്തിയിരിക്കുക. നമ്പർ, 1-ാം നമ്പർ ആദം നബി, 2-ാം നമ്പർ നൂഹ് നബി. ഇങ്ങനെ ഈ വിവരം ഞാൻ എൻ്റെ ഇമാജിനേഷനാണ്, ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടി മാത്രം. അല്ലാണ്ട് 1-ാം നമ്പർ ആദം നബി എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി അത് നിങ്ങൾ പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ കണ്ടപ്പം അനങ്ങിയാൽ നല്ല പണി അതാണ്. അനങ്ങിയ എന്താ ദിക്റിൽ നിങ്ങൾ ഇല്ലാത്ത കാര്യം ഇങ്ങനെ പ്രചരിപ്പിക്കാൻ ഭയങ്കര താല്പര്യമാണ്. പക്ഷെ അത് അശുദ്ധമായ മനസ്സുള്ള ആളുകളാണ് ആ പണിയെടുക്കുന്നത്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, കാരണം എനിക്ക് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ശുദ്ധമായി തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഇപ്പോൾ ആളുകൾക്ക് ഒരാൾ എന്നോട് ഈ ഗൾഫ് രാജ്യത്ത് നിന്ന് ഒരു ദിവസം 2 മണിക്ക് എനിക്കൊരു ഫോണ്, ഹലോ. അപ്പം ഞാൻ വിചാരിച്ചു 2 മണിക്കൊക്കെ ഒരു ഫോൺ വരുമ്പോൾ പഠിച്ചോനെ ആരോ മരിച്ചോ വെച്ചിട്ടാണല്ലോ എടുക്കുക, എത്രയോ തൊട്ടാണല്ലോ എടുത്തപ്പോൾ മൗലവി ജിന്ന് ഭൗതികമാണോ അഭൗതികമാണോ 2 മണിക്ക്. ആ നേരം കൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചിടും എനിക്ക്. ആ രാത്രി ഇങ്ങനെ ഈ ദിമൻ വയസ്സന്മാർ മുമ്പ് ബത്തിലാടക്കത്ത് നമുക്ക് 100 കേൾക്കുമ്പോൾ ഇത് തേക്കുക എന്താ അല്ലേ, ഇത് തേച്ചിട്ട് എന്നെ വിളിച്ചാൽ 2 മണി. ഞാൻ പറഞ്ഞു മോനെ നേരം വെളുത്തിട്ട് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം.
കാണും. കോഴിക്കോട് കോർപ്പറേഷൻ്റെ എൻ്റെ വീട് പുതിയാറ തൊട്ടടുത്താണ്. അപ്പോൾ എനിക്ക് അടുത്താണ്. അപ്പോൾ അവന് മനസ്സിലായി ഇത് ഇപ്പം നടക്കുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞു ഇത് ഇപ്പം എന്താക്കിയിട്ടാണ് എനിക്കിതൊന്ന് റെക്കോർഡ് ചെയ്യണം, എന്നിട്ട് നാളെ നേരം വെളുക്കുമ്പോൾ ഇതിൻ്റെ ഫസാദ് തുടങ്ങണം അല്ലേ. അത് ഇന്നെ നോക്കണ്ട, വേറെ ആളെ നോക്കുക. എന്താവശ്യമുണ്ട്? എന്ത് ഗുണമാണ് അതുകൊണ്ടുണ്ടായത്? ആ ചർച്ച അവിടെ ഭൂമുഖത്ത് ഉണ്ടാക്കിയത് കൊണ്ട് എന്തുണ്ടായി? ആർക്കാണ് ലാഭം? ചെകുത്താന് മാത്രം. ദിക്ർ നഷ്ടപ്പെട്ട ചെകുത്താന്മാർക്ക് ലാഭം കിട്ടി അല്ലേ അല്ലേ? ആർക്കും അറിയാവുന്നൊരു കാര്യം. പക്ഷേ ഇന്നും എപ്പോഴും ഏത് സമയത്തും സദാസമയത്തും, കാരണം ഇസ്തഹ്വദ അലൈഹിമു ശൈത്താൻ, ചെകുത്താൻ അവരെ കീഴടക്കി. ഫഅൻസാഹും ദിക്റല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റാണ്ട് മറപ്പിച്ചു. അല്ലാഹ് പിന്നെ വെറും ജിന്നിന്റെ വർത്താനായി. ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബു ശൈത്താൻ, അവർ ചെകുത്താന്റെ പാർട്ടിയാണ്. അലാ ഇന്ന ഹിസ്ബ ശൈത്താൻ ഹുമുൽ ഖാസിറൂൻ, ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ടവർ ചെകുത്താന്റെ പാർട്ടിക്കാരാണ്. ഖുർആൻ തീർത്ത് പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരിക്കലും ദിക്ർ നഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാതിരിക്കുക. ദിക്ർ നഷ്ടപ്പെട്ടാൽ തൽക്കാലം നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നറിയോ? ഇങ്ങനെ പല ജാതി മൊബൈൽ, പല ജാതി കളി, നേരത്തെ CT ബഷീർ സോഹത്ത് പറഞ്ഞതുപോലെ ഒരുപാട് സന്തോഷം. ഈ പുതിയ പുതിയ മൊബൈൽ വാങ്ങുമ്പം അതിൽ പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതൊന്ന് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യം തുടങ്ങുക. ഇത് ചെന്ന് പെടുക അപകടത്തിലാണ്. അല്ലേ? അപകടമൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇപ്പോൾ തുറന്ന ഭാഷയിൽ പറഞ്ഞാൽ പുരേന്നൊരു ഫോൺ ആർക്കെങ്കിലും വന്നാൽ, ഇപ്പം എനിക്കായാലും ഒരു ഫോൺ വന്നാൽ ഞാൻ ഫോണും കൊണ്ട് വേണം മുറ്റത്തേക്ക് പോയി. കാരണം അകത്തുനിന്ന് പറയാൻ പറ്റുന്ന ഫോണല്ല ഇത്. നമ്മളെന്താ പറയുക, റേഞ്ച് ഇല്ലായിട്ടാണ്. ഇങ്ങോട്ട് വരുമ്പോൾ റേഞ്ച് ഇട്ടു കേട്ടോ. അപ്പം നമ്മൾ എടുത്തു, അപ്പം വന്നു പൈഡിക്ക് അങ്ങോട്ട് പോകുമ്പോൾ എന്തില്ല, റേഞ്ച് ഇല്ല. ഇങ്ങോട്ട് വരുമ്പോൾ റേഞ്ച്. മുമ്പ് ഒരു പാട്ട് പാടിയില്ലേ, അങ്ങോട്ട് പോകുമ്പോൾ മാങ്ങ, ഇങ്ങോട്ട് വരുമ്പോൾ ചുവപ്പുള്ള മാങ്ങ. അതേമാതിരി ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ റേഞ്ചിന് വ്യത്യാസം വരിക. ബാപ്പക്കും അങ്ങനെ തന്നെ, ഉമ്മക്കും അങ്ങനെ തന്നെ, മോക്കും അങ്ങനെ തന്നെ, മക്കൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ. എല്ലാവർക്കും ഉണ്ട് നെറ്റ് വല. അതിൻ്റെ അർത്ഥം എന്താ? വല. അതിൻ്റെ ഗുണകരമായി അതിന് ഉപയോഗിക്കാം, മോശമായി ഉപയോഗിക്കാം. മോശമായി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ മനസ്സമാധാനം വരും, കേടുവരും അല്ലേ? ദിക്ർ നഷ്ടപ്പെടുകയാണ്. അവിടെയാണ് ദിക്ർ നഷ്ടപ്പെടുന്നത്. നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞോടത്തല്ലത്. ഇത് ആർക്കും ദിക്റില്ലാത്ത ഒരാൾ ജീവിതത്തിൽ ആണായാലും പെണ്ണായാലും സമാധാനം നഷ്ടപ്പെടും. അതാരായാലും ദിക്ർ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് സമാധാനം കുറയാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ദിക്റോട് കൂടി ജീവിക്കുക. അള്ളാഹിന്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ മാത്രമല്ലാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു കാര്യം പോലും നമ്മൾ പഠിക്കുമ്പോൾ എന്താ പറയാ, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ 100 പ്രാവശ്യം അറിയാണ്ട പറഞ്ഞു പോകും. നിങ്ങൾ ഈ അറബികളൊക്കെ കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് സുബ്ഹാനല്ലാഹ് സുബ്ഹാൻ. അത് അവർക്ക് കാര്യം അറിഞ്ഞേ കൊണ്ടാ. നമ്മൾ അതിന് പകരം പിന്നെ വേണ്ടാത്ത വർത്തമാനങ്ങളാണ് പറയാ അല്ലേ. ഹലോ എന്തൊക്കെയാണ്, ഹലോ അല്ലേ. 2 ഇംഗ്ലീഷ് അടിച്ചാൽ സുബ്ഹാനല്ലാഹ് വലിയൊരാത്തുണ്ട്. സുബ്ഹാനല്ലാഹ് എവിടുന്ന് വന്നൊക്കെ ഈ ഡോക്ടറൊക്കെ എതിലെങ്ങനെ പെട്ടിയാൾ. അയാൾക്കത് മനസ്സിലാകണം. എന്ത് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോക്ടറോട് നിങ്ങൾ ചോദിച്ചു നോക്കി. ഡോക്ടർ ബയോളജി പഠിച്ച ആളാണ്. ഡോക്ടർക്ക് അറിയാം മത്താവുൽ ഖുറൂറാണ് അല്ലേ. ശരീരത്തിൻ്റെ ആരോഗ്യം ഓരോ ദിവസവും ചെല്ലുമ്പോൾ കുറഞ്ഞു വന്ന് ആരോഗ്യം നഷ്ടപ്പെട്ട്, സൗന്ദര്യം നഷ്ടപ്പെട്ട്, പല്ല് കൊഴിഞ്ഞ് അല്ലേ, എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം ദുരിതങ്ങൾ, മുട്ടുംകാലിൻ്റെ വേദന, കാലിൻ്റെ അടി നിലത്തെച്ചൂട. അപ്പം അതാണ് കൂടിയിരിക്കുന്നത്. അള്ളാഹു പറഞ്ഞ വാക്ക് നോക്കണം നിങ്ങൾ, വല്ലാത്ത വാക്കാ അത്. അല്ലദീ ഖലഖക, അവൻ നിന്നെ സൃഷ്ടിച്ചു, ഫഅദലക, സന്തുലിതമാക്കി. ആ സന്തുലിതത്തിൽ നിന്ന് തെറ്റിയാലോ, എവിടെയെങ്കിലും ഒരു ചെറിയ പോരായ്മ അല്ലെങ്കിൽ കൂടുതൽ അല്ലേ, സൃഷ്ടിച്ചു സന്തുലിതമാക്കി. ആ സന്തുലിതാവസ്ഥ അപകടപ്പെടുത്തുന്ന തരത്തിൽ ജീവിക്കരുത്, അപകടപ്പെടുന്ന രൂപത്തിൽ ചിന്തിക്കരുത്, അപകടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ മലീമസമാക്കരുത്. അത് സംശുദ്ധമായി സാംശീകരിച്ച് മനോഹരമായി ഏത് പരീക്ഷണങ്ങളെയും തടുക്കാനും ഏത് പരീക്ഷണങ്ങളെയും തകർക്കാനും പറ്റാവുന്ന മാനസികമായ ഇസ്സത്ത്, കരുത്ത് ആർജിക്കുക. പരീക്ഷണവേളയിൽ ഒരു കാരണവശാലും പരാജയപ്പെടരുത്. പിന്നെ ദിക്ർ കുറയുന്നതിന് വേറൊരു കാരണം, നമ്മളെ കൂട്ടുകാരുണ്ടല്ലോ, അല്ലാഹില്ല കൂട്ടുകാർ, അത് വലിയൊരു ഘടകമാണ്. കൂട്ടുകാർ പലതരം ഭൗതികതയിലേക്കും നമ്മളെ വിളിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ദിക്ർ നഷ്ടപ്പെട്ട ആളുകൾ ആ ക്ഷണത്തിന് സ്വീകാര്യത നൽകും അല്ലേ, കൂട്ടുകാർ വിളിക്കുമ്പോൾ. അപ്പോൾ ആ കൂട്ടുകാരായ ആളുകളെ നമ്മൾ തിരിപ്പെടുന്ന, ദീനിനെ സ്നേഹിക്കുന്ന,
അള്ളാഹുവിൻ്റെ ദിക്റുള്ള, നമസ്കരിക്കുന്ന, വിശുദ്ധിയുള്ള, കള്ളം പറയാത്ത നല്ല മനുഷ്യരെ തിരഞ്ഞെടുക്കണം. മനസ്സിലായി? അവിടെയാണ് ഏറ്റവും വലിയ സമാധാനം നിലനിൽക്കുന്നത്. അപ്പോൾ സമാധാനം കിട്ടാൻ, പരീക്ഷണ വേളയിൽ പിടിച്ചു നിൽക്കാൻ, പരീക്ഷണം അള്ളാഹുവിൻ്റെ മിലിറ്ററിയാണെന്ന് മനസ്സിലാക്കി അതെന്നെ പരാക്രമത്തോടു കൂടി ആക്രമിക്കുമെന്നും ആ അക്രമത്തിൽ ഞാൻ പരാജയപ്പെടാതെ വിജയിക്കണമെന്നും എന്തെന്ത് പരീക്ഷണങ്ങൾ വരിഞ്ഞു മുറുക്കിയാലും എന്തെല്ലാം സംഘർഷാവസ്ഥകൾ എൻ്റെ ജീവിതത്തെ പ്രയാസപ്പെടുത്തിയാലും പതറില്ല, ചിതറില്ല, ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യും. ഈ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവണം. പല ആളുകളും ഇപ്പോൾ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത പലർക്കും വീടുണ്ടാവില്ല, വീടിന് വേണ്ടി അധ്വാനിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും വീട്ടിൽ ഭാര്യയ്ക്ക് അസുഖം എന്ന് പറയുക, അപ്പോഴായിരിക്കും കുട്ടിക്ക് അസുഖം എന്ന് പറയുക. ഉണ്ടാക്കിയോട്ടുള്ള പൈസ മുഴുവൻ ഡോക്ടർമാർക്ക് കൊടുത്ത് എല്ലാം കൊടുത്തു, ഹോസ്പിറ്റലിൽ അടച്ചു, ഇനിയൊന്നുമില്ല. എന്തെല്ലാം സംഘർഷാവസ്ഥയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങണമെന്ത്? അള്ളാഹുവിനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് അള്ളാഹു ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ എന്താ അടയാളം? ഇബ്തലാഹും, അവരെ പരീക്ഷിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം നമ്മളെ പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ പരീക്ഷിക്കുന്ന ഈ വേളയിൽ പടച്ച തമ്പുരാനുമായി നിരന്തരമായ ബന്ധം സ്ഥാപിക്കുക. തിന്നുക, കുടിക്കുക എന്നത്, വലിയ രമിക്കുക എന്നത് സമാധാനത്തിൻ്റെ അടയാളമായി കാണരുത്. അത് അധികം തിന്നാൽ അസമാധാനം വരും ചെയ്യും. ഇപ്പം നോക്കേണ്ടി നിങ്ങൾ, അല്ലാഹ് പറഞ്ഞു ദിക്റുള്ള ആൾക്കാരോട് കുലൂ വശ്റബൂ, തിന്നോളി കുടിച്ചോളി, പക്ഷേ വലാ തുസ്രിഫു, അമിതാക്കരുത് കേട്ടോ. നമ്മളെന്ത് ചെയ്തു? നമ്മളിങ്ങനെ അള്ളാൻ്റെ റസൂൽ പറഞ്ഞ് അമിതാക്കരുത് പറഞ്ഞിട്ടേ. ഒരു വിശ്വാസിക്ക് 1-2 പിടി തിന്നാൽ മതി. ലുക്കുമത്തുന്നൗ ലുക്കുമത്താനി യുക്കീമു ബിഹിമാ ലഹ്റഹു, മുതുകിനെ നേരെ നിർത്താൻ അത്രേ തിന്നാവും. നമ്മളെന്ത് ചെയ്തു? നമ്മൾ കല്യാണത്തിനൊക്കെ പോയാൽ ചില ബിരിയാണി ഒന്നുമില്ല, ചിക്കൻ അവിടെ പോയാൽ ബിരിയാണിൻ്റെ റൈസ് അവിടെ പോയി തിന്നാം, ബിരിയാണി ഇവിടുന്ന്, ചിക്കൻ ഇവിടുന്ന് തിന്നാം, പൊരിച്ചൊക്കെ ഇവിടുന്ന് ഒക്കെ തിന്ന് വള്ളയൊക്കെ നിറച്ച്. അപ്പോൾ ശ്വാസം പെടാനും വയ്യ, ഒന്നിനും വയ്യ. സുലുസൊന്നല്ല ഇപ്പത്, ഇത് വെള്ളത്തിനും ഇമാവിനും നമുക്ക് ശ്വാസം പെടാനും ഒന്നിനുമില്ല സ്ഥലം ഒക്കെ തിന്ന്. പിന്നെ ഇവിടെ ഉള്ള സാധനങ്ങൾ പറഞ്ഞാൽ ബർമൻ്റെ ഷവർമ ഒന്ന്, പിന്നെ ആ കോഴി വണ്ടി കുടുങ്ങിയത്, ഇതൊക്കെ ചുട്ടതാണ്. ഇപ്പം അത് ഒക്കെ അങ്ങനെ ഈ വലിച്ച് കയറ്റി തന്നെ പണിയൊന്നും ഇല്ലാനും, കാര്യമായ പണിയൊന്നുമില്ല. നല്ലോണം തിന്നും, നല്ല ഉഷാറായിട്ട്. എന്നിട്ട് ഡോക്ടറെ മുട്ടുംകാലിൻ്റെ ഇവിടെ ഒരു വേദന, മുട്ടുംകാലിൻ്റെ ഇവിടെ വേദന ഇല്ലാണ്ടൊക്കെ വലിയൊരു തടി ഇങ്ങനത്തെ 2 കമ്പുമല കൊണ്ട് കിടക്കുന്നത്. എന്നിട്ട് അതിന് മുട്ടുംകാലിന് വേദന ഇല്ലാണ്ടക്കും. അപ്പോൾ ദിക്ർ നഷ്ടപ്പെട്ടൊരു മനുഷ്യൻ തിന്നുമ്പോൾ മനസ്സിലാക്കുക, ഇവന് ഇഹലോകം നഷ്ടപ്പെടാൻ, അസമാധാനം നഷ്ടപ്പെടാനായിട്ടുണ്ട്, അസമാധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീറ്റയിൽ പോലും ദിക്റുണ്ട് എന്നർത്ഥം. മനസ്സിലായോ? ആരെങ്കിലും ഫ്രീ ആയിട്ട് വാങ്ങിത്തരുമല്ലോ വിചാരിച്ചിട്ട് കണ്ടമാനം തിന്നാൻ നിൽക്കരുത്. അത് നമുക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഭക്ഷണത്തിൽ പോലും ദിക്റുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചത്. രോഗിയായി മാറും. അൽ മിഅദത്തു ബൈത്തുദ്ദാ, ആമാശയം രോഗത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. എല്ലാ രോഗവും ഉണ്ടാകുന്നത് ആമാശയത്തിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ. ഡോക്ടറോട് ചോദിച്ചു നോക്കുക, അങ്ങനെ തന്നെയല്ലേ? ഒരു ഹദീസിന് ഏതെങ്കിലും നിലക്ക് മാറ്റപ്പെടുത്താൻ പറ്റുമോ എന്ന്. ഇപ്പം അവർ പറയുന്നത് എന്താ? ഏത് രോഗിയെ ചെന്നാലും നിങ്ങൾ ഭക്ഷണം നിയന്ത്രിക്കണം. ആരോടും പറയും അല്ലേ? ഒരു ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിലും പറയും. അതാണ് ആദ്യത്തേത് അല്ലേ? അങ്ങനല്ലേ നമ്മൾ പറയാം. ഇശാ നമസ്കാരത്തിന് വേണ്ടി ഒരു 10 മിനിറ്റിന് ശേഷം നിർത്തുകയും നമസ്കാര ശേഷം ഒരല്പസമയവും കൂടി ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടില്ല. ഇതിൻ്റെ ചില ഗൈഡ് ലൈൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് ഇശാക്ക് ശേഷമാണ് ഉണ്ടാവുക. ഒരു 10 മിനിറ്റും കൂടി അതിന് മുമ്പ് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഭക്ഷണവും സെക്സുമൊക്കെ ആയാൽ ഒരുപാട് സമാധാനം കിട്ടും എന്നാഗ്രഹിക്കുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവർക്ക് നരകമാണ് അവരുടെ പാർപ്പിടം. രമിക്കുക, ഭക്ഷിക്കുക, സുഖമായി കിടന്നുറങ്ങുക, നാൽക്കാലികളെപ്പോലെ ജീവിക്കുക. ഒരു അറബി കവി പറഞ്ഞു, അത്തരം ആളുകളെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നഹാറൂക ബത്താലുൻ വലൈലൂക നായിമു വഐശൂക യാ മിസ്കീൻ ഐശുൽ ബഹായിമീ. നഹാറൂക ബത്താലുൻ, പകലിൽ ഞാൻ നിന്നെ നോക്കിയപ്പോൾ നീ സുഭിക്ഷമായി ഭക്ഷിക്കുന്നവനാണ്. വലൈലൂക നായിമു, രാത്രിയിൽ ഞാൻ നിന്നെ ശ്രദ്ധിച്ചപ്പോൾ നീ അഗാധമായ ഉറക്കത്തിലായിരുന്നു. നിന്റെ ജീവിതം ഐശൂക യാ മിസ്കീൻ, സാധുവായ മനുഷ്യ, നിന്റെ ജീവിതം ഐശുൽ ബഹായിമി, ഒരു നാക്കാലിയുടെ ജീവിതമല്ലയോ? ഒരു സമാധാനം ഉണ്ടാവില്ല, ഒരു സമാധാനം. നാക്കാലികളെ പോലെ ജീവിക്കുകയാണ്. ഖുർആൻ പറയുന്നു, ഖുൽ, നബിയെ പറയുക, തമത്തഉ ബികുഫ്രിക ഖലീല, നിന്റെ
കുഫർ കൊണ്ട്, നിന്റെ ഈമാനില്ലായ്മ കൊണ്ട്, നിന്റെ ദിക്ർ നഷ്ടപ്പെട്ട മനസ്സുകൊണ്ട് ഒരല്പകാലം നിനക്ക് സുഖിക്കാം. നിന്റെ ആരോഗ്യമുള്ള കാലം അതിന്റെ നേരെ അള്ളാഹുവിന്റെ പട്ടാളത്തെ അള്ളാഹു അയക്കുന്നതിന് മുമ്പ് നിനക്ക് കുറച്ച് സുഖിക്കാം, അല്ലേ? യുവാക്കളായാലും ആരോഗ്യമുള്ള, എത്ര ആരോഗ്യമുള്ളവരായിരുന്നാലും അള്ളാഹുവിന്റെ മിലിറ്ററി വന്നാൽ തീർന്നില്ല കഥ. നിങ്ങൾ കണ്ടില്ലേ, ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് പറക്കുന്ന നിരവധി എയർപോർട്ടുകൾ അള്ളാഹു ഒരു സെക്കൻഡ് കൊണ്ട് അടച്ചു പൂട്ടിച്ചില്ലേ, അല്ലേ? നിങ്ങൾ സുലൈമാൻ കത്രീനാനോ സുലൈമാനോ മുസ്ലിങ്ങളുടെ ഹിന്ദുക്കളൊക്കെ പേരിട്ട് കാറ്റിന് പറഞ്ഞിട്ടില്ല. ഇത് കാറ്റിന് ഏത് പേരിട്ടെന്ന് നോക്കിയിട്ടല്ലല്ലോ അള്ളാഹ് മിലിറ്ററി അയക്കുക, പൂട്ടിച്ചില്ലേ? സാധുക്കളായ ആൾക്കാർ കയറി കിടക്കല്ലേ ഇനി അവിടെ, അല്ലേ? ഒരു സെക്കൻഡ്, ഇതൊക്കെ അള്ളാഹ്ക്ക് വളരെ നിമിഷം മതി. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഞാൻ എത്ര ഉയർന്ന് പറന്നാലും പടച്ച തമ്പുരാനെ 6 അടി മണ്ണിലേക്കുള്ളൊരു യാത്രയുണ്ട്. ആ യാത്രയിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ഈ അധ്വാനം വൃഥായാവും, എൻ്റെ ഈ പണം വൃഥാവില. കോടിക്കണക്കിന് രൂപയുള്ള ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മക്കളെല്ലാം കാത്തു നിൽക്കുന്നു, താട കെട്ടാൻ കാത്തു നിൽക്കുന്നു, പല സാമ്രാജ്യത്തിൻ്റെയും താക്കോലുകൾ കൈയടക്കാൻ മക്കൾ നിൽക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കണ്ണടക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ മനുഷ്യന്റെ അവസ്ഥ. കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ് ഉണ്ട്, ഒരുപാട് സമുച്ചയങ്ങളുണ്ട്. താട കെട്ടാൻ വേണ്ടി കാത്തു കിടക്കുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോഴാണ് പണം എന്ന് പറയുന്ന സാധനത്തിന്റെ വില മനസ്സിലാവുക കേട്ടോ. നിങ്ങൾ അറിയുക, ജീവിതത്തിൽ വളരെ പ്രയാസത്തോടുകൂടി ദിക്റോടുകൂടി ജീവിച്ച, അതേ ദിവസത്തിൽ ഒരിക്കലും ദിക്റില്ലാതെ ജീവിച്ചിരുന്ന, തെമ്മാടിയായി താന്തോന്നിയായി ജീവിച്ച മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അബൂലൂലുത്ത് എന്ന് പറയുന്ന മജൂസി വിഷം പുരട്ടിയ കടാരം കൊണ്ട് സുബൈ നമസ്കാരത്തിന്റെ സമയത്ത് പൊക്കലിന് താഴെ കുത്തി കുടൽമാല പുറത്തെടുക്കുന്ന സന്ദർഭത്തിൽ 12ഓളം ആളുകൾ അദ്ദേഹത്തെ പിടിക്കാൻ നിന്നു. ആ 12 പേരെയും കുത്തി. അബൂലൂലുത്ത് എന്ന് പറയുന്ന മജൂസി ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 86,000 ദിർഹം കടമുണ്ടായിരുന്നു. ആ കടം വീട്ടാൻ, ബൈത്തുൽ മാലിന് പണമെടുക്കാൻ എല്ലാവരും ഉപദേശിച്ചു, സമ്മതിച്ചില്ല മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. കാരണം എന്താ? ഒരു ബാധ്യത ഉമറിലാൻ ചിന്തിക്കാൻ കഴിയില്ല. യുഗ്ഫറു കുല്ലു ദൻബ് ഇല്ല ദൈൻ, കടമല്ലാതെ ഏത് പാപവും അല്ലാഹു പൊറുക്കും, കടം പൊറുക്കൂല. യുഗ്ഫറു ലിശ്ശഹീദി, സുഹദാക്കന്മാർക്ക് പോലും അല്ലാഹു എല്ലാ പാപവും പുറത്തു കൊടുക്കും. ഇല്ല ദൈൻ, കടം പൊറുക്കൂല. അതാണ് കഥ കേട്ടോ. കടം കിട്ടുന്ന പറഞ്ഞാൽ എവിടുന്നും വാങ്ങരുതേ, ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് 86,000 കടമുണ്ടായിരുന്നു. മകൻ അബ്ദുള്ളയെ വിളിച്ചു ഉമർ റളിയല്ലാഹു അൻഹു, ഞാൻ മരിച്ചാൽ പുരയിടം വിറ്റ് കടം വീട്ടണമെന്ന് പറഞ്ഞു. മരിച്ച് 3-ാമത്തെ ദിവസം അബ്ദുള്ള വീട് വിറ്റു, 86,000 ദിർഹം കടം വീടി. ദാറുൽ ഖലാ എന്ന് നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. കടം വീടാൻ വിറ്റ വീട്, അതും ഒരു മകനാണ്, അതും ഒരു പിതാവാണ്, അതും യാത്രയാണ്. നമ്മൾ കോടിക്കണക്കിന് രൂപ കയ്യിൽ വെച്ച് സുഖിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് മതോന്മത്തനായി ജീവിച്ച് അവസാനത്തെ യാത്രക്കൊരുങ്ങുമ്പോൾ ശുദ്ധശൂന്യം. പടച്ചവനെ, യാത്ര നരകത്തിലേക്ക്. അതാ വിളിക്കുന്നു, അവിടെ നിന്ന് അള്ളാഹു വിളിക്കുന്നു, നരകത്തിലേക്കാണ് വിളിക്കുന്നത്. സമാധാനത്തിന്റെ ഭവന ഈ സമാധാനം ഏതേത് പരീക്ഷണ ഘട്ടത്തിലും പിടിച്ചു നിന്ന വ്യക്തി മരിച്ചു പിരിയുമ്പോൾ അള്ളാഹു പറയുന്നു, അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് അല്ലയോ മനുഷ്യ നിന്നെ വിളിക്കുന്നത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജി ഇലാ റബ്ബിക റാളിയത്തൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിന്റെ വിളിയാണ്, അല്ലാഹു വിളിക്കുകയാണ്. ഇവിടെ സമാധാനത്തോടുകൂടി ദിക്റോടുകൂടി ജീവിച്ച മനുഷ്യൻ മരിക്കുമ്പോൾ അല്ലാഹു വിളിക്കുന്നു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന, ശാന്തി പ്രാപിച്ച, സമാധാനം പ്രാപിച്ച ആത്മാവേ വിളിയണ്ടകള്. ഇർജി ഇലാ റബ്ബികി റാളിയത്തൻ മർളിയ, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട്, അള്ളാഹു നൽകുന്ന സ്വർഗ സൗകര്യങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ നിന്ന് മടങ്ങിക്കോളൂ. വിളിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്ക്. ആ വിളിയാണ് ലാഭം. മറ്റതൊക്കെ ഉണ്ടല്ലോ, പണവും പ്രതാപവും പ്രശസ്തിയും ആരോഗ്യവും സൗന്ദര്യവും സൗഭാഗ്യങ്ങളുമൊക്കെ ഇല്ലാ മതാഉൽ ഗുറൂർ, നമ്മെ വഞ്ചിക്കുന്ന ചരക്കുകൾ മാത്രമാണ്. കളിയും വിനോദവും തമാശയും, അല്ലേ? എല്ലാ കുട്ടികൾക്കും ഓരോരോ സന്ദർഭത്തിനനുസരിച്ചുള്ള ദിക്റില്ലാത്ത വർത്താന. ഇപ്പം വലിയ മനുഷ്യന്മാരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ചെറുപ്പക്കാർ തമാശ തമാശക്കാരനാണ്.
തമാശ പറയാം. വലിയ മനുഷ്യന്മാർ ഇരുന്ന് പോവും അല്ലേ, അത്ഭുതം തോന്നിപ്പോവും, സങ്കടം തോന്നിപ്പോവും. ആ പ്രായമുള്ള മനുഷ്യൻ്റെ വേദന. പടച്ചോനെ, ഈ കുട്ടികൾ ഇങ്ങനെ ആയിപ്പോയല്ലോ. എന്ത് പറഞ്ഞാലും വളരെ മോശമായി പ്രതികരിക്കുക. ദിക്റില്ലാത്ത യുവാക്കൾ, അതൊക്കെ തമാശയായിട്ട് എടുക്കാൻ പഠിക്കണം. പ്രായമുള്ള വൃദ്ധാനാ അവൻ്റെ വർത്താനം, അല്ലയോ വൃദ്ധ, ഇതൊക്കെ തമാശയായി എടുക്കാൻ പഠിക്കണം. ഈ കാലത്ത് ചില ചെറുപ്പക്കാർ പറഞ്ഞാൽ ഇയാളൊന്നും ഇപ്പം ജീവിക്കണ്ടല്ലോ, ഒരു 50 കൊല്ലം മുമ്പ് മരിച്ചുകൊണ്ടാ, എങ്ങനെ ഇയാൾ ഇവിടെ കുടുങ്ങി? ഇത് അള്ളാഹ്ക്ക് മറന്നു ഏതാന്നുള്ളതൊക്കെ അത്ര മോശപ്പെട്ട ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്നൊരു ലൈഫുള്ളൂ. ലൈഫ് സ്റ്റൈൽ മാറിയില്ലേ? ഒരു ലൈഫ് സ്റ്റൈലും മാറൂല. ദിക്റുള്ളവൻ, സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവൻ, ഓൻ കൊല്ലം സന്തോഷമാണല്ലോ. അജബൽ അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതം. അവൻ ആപത്ത് ബാധിക്കുമ്പോൾ അവൻ അങ്ങേയറ്റത്തെ ക്ഷമ, സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ശക്കറ, നന്ദി. നമുക്ക് സൗഭാഗ്യം സന്തോഷമൊക്കെ വരുമ്പോൾ നമ്മൾ നന്ദി കട കാണിക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പണി. ഇപ്പം കുട്ടി ജനിച്ച ഉടനെ തന്നെ ലഡു ആയിട്ട് നടക്കുക. ഹക്കീക്കറക്കൂല. ഹക്കീക്കറുത്തിട്ടല്ലേ അള്ളാഹ്ക്ക് നന്ദി കാണിക്കേണ്ടത്? ഒരു ലഡു ആയിട്ട് നടക്കുക. കുറേ ആളുകൾക്ക് മുട്ടായി, പിന്നെ ഇപ്പം പെറ്റ ദിവസം മുഴുവൻ മുട്ടായി, ബർത്ത്ഡേ. ഇതൊക്കെ അള്ളാഹ്ക്കെതിരുള്ള പണിയല്ലേ? നമ്മളെ വിചാരം എന്താ അറിയോ, ഒരു മുട്ടായി കൊടുക്കുമ്പോഴേക്കും തകരാറാകുമോ? ദിക്റ് പോവും, അത്രേ ഉള്ളൂ. ഈ ചെക്കൻ പിന്നെ എന്തായിരിക്കും നമ്മളെ മോന്, ഓൻ്റെ കുട്ടീൻ്റെ ഓൻ നടത്തും. ഇപ്പം എന്തായിരിക്കും അറിയങ്ങൾ, മുസ്ലിങ്ങളെ വീടുകളൊക്കെ ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞിട്ട് കളിക്കുക. അപ്പോൾ നമ്മളാരെയും പോയി പറഞ്ഞാൽ എന്തിനാണ് ഇയാളൊക്കെ കൊണ്ടിട്ട്, ഞാൻ കാര്യം എൻ്റെ പുരയിലുണ്ടാവും, എന്ത് ചെയ്യും പറയല്ലാണ്ട്. ഇത് പറയാനേ പറ്റൂ കേട്ടോ. പ്രാവർത്തിയാക്കണേ നിങ്ങൾ കൂടെ ഉണ്ടാവണം വേണ്ടേ? കേൾക്കുന്ന പ്രബോധിത വർഗം കൂടെ ഉണ്ടായില്ലല്ലേ? ആണല്ലേ? നമ്മളെ പുരയിലുണ്ടാവുന്നത്, സ്കൂളുകളിലുണ്ടാവുന്നത് തന്നെ, കുട്ടികൾക്ക് ബർത്ത്ഡേ കൊടുത്തയക്കാൻ. കാരണം ഇതൊക്കെ അള്ളാഹ്ക്കെതിരുള്ള പണിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു മരണത്തിനും ഒരു പ്രാധാന്യമില്ല, ഒരു ജനനത്തിനും പ്രാധാന്യം ഇസ്ലാമിൽ ഇല്ല കേട്ടോ. ആര് മരിക്കുന്നു അതിന് നിങ്ങൾക്ക് ഇവിടെ ഗൾഫിലുള്ള ആളുകൾക്ക് അറിയാലോ, ഇവിടെ മരണത്തിന് എന്താ പ്രാധാന്യം ഉണ്ടോ? നമ്മളെ നാട്ടിലാണെങ്കിൽ ലണ്ടൻ നാൾ വരാണ്ട്, അമേരിക്കയിൽ നിന്ന് മൂത്തോൻ വരാണ്ട്, ചൈനയിൽ നിന്ന് പെങ്ങൾ വരാണ്ട്, മോള് വരാണ്ട് എന്നൊക്കെ പറഞ്ഞ് കാത്തിട്ടി കിടക്കും. ഇവിടെ അങ്ങനെയല്ല. ഇസ്ലാമിൽ എന്താ? സ്രീറൂബിൽ ജനാസ, മയ്യത്ത് വേഗം കൊണ്ടേക്കോളി. കാരണം അള്ളാഹ് ദിക്റനുസരിച്ചാണ് ജീവിച്ചതെങ്കിൽ കദ്ദിമൂനി സ്വർഗത്തിലേക്ക് സ്വാഗതം. ഇനി അല്ല, ഇയാൾ മോശക്കാരനാണ്, ഇയാൾക്ക് ദിക്റുമില്ല, ഒന്നുമില്ല, അയാൾ അള്ളാഹിന്റെ ദീനനുസരിച്ചല്ല, നാക്കാലിയെ പോലെ ജീവിച്ചു, തിന്നു കുടിച്ചു രമിച്ചു, സൗഭാഗ്യങ്ങളെമ്പാടും വാരിക്കൂട്ടി, ഒന്നും കണക്ക് പറഞ്ഞില്ല, ഒന്നിൻ്റെയും സദക്കയും സക്കാത്തും കൊടുത്തില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ശരി, ഫശറുൻ തലഉനഹും മൻ റിഖാബിക്കും, നിങ്ങളുടെ പെരടി നീ തിന്മ ഇറക്കി വെച്ചാളി. രണ്ടായാലും നേരത്തെ കൊണ്ടുപോകണം. ഇപ്പം നേരത്തെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇസ്ലാം. അത് ദിക്റാണ് ഇസ്ലാമിൽ. അതെ. പിന്നെ ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ മക്കൾ പ്രാർത്ഥിക്കുക. അത് അദ്ദേഹത്തിന് കിട്ടുന്ന സമാധാനം കിട്ടും. നിങ്ങൾ പരലോകത്ത് കിട്ടണേ. കൽ മുതഗവ്വിസിൽ ഗരീഖ് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താവാൻ ഒരാൾ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് നിങ്ങളൊരു കയറിട്ട് കൊടുത്ത് പിടിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ ഉണ്ടാവും. അതുപോലെയാണല്ലോ മക്കളെ പ്രാർത്ഥന. പാപ്പാക്കും ഉമ്മാക്കും ദിക്റുള്ള മക്കളെ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ദുനിയാവ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതി കൊടുത്ത മാതിരിയാണല്ലോ ആ ദുആ. അത്ര സമാധാനം പരലോകത്ത് കിട്ടും കേട്ടോ. അതിനനുസരിച്ചുള്ള രൂപത്തിലുള്ള മക്കളായി മാറണം അല്ലേ? അതിനുവേണ്ടി നാം പ്രയത്നിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം ഇശാ നമസ്കാരത്തിന് ശേഷം. സഹോദരിമാരെ അസ്സലാമു അലൈക്കും. നമ്മുടെ ഒരു ഓൺലൈൻ എക്സാം, അതിന് ഒരുപാട് ഓഫറുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് നിങ്ങൾ ഉംറ ചെയ്യാൻ പൂതി വെപ്പിക്കാനല്ല, ഖുർആനുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് ഒരു ഒരു സമ്മാനം, അതായത് ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഒരു സമ്മാനം. അതിനുവേണ്ടിയാണ് എല്ലാവരും അതുമായി സഹകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വീണ്ടും കടക്കുകയാണ്. നമ്മുടെ വിഷയം കണ്ടമാനം തിന്നുക, കണ്ടമാനം രമിക്കുക, കണ്ടമാനം ജീവിത സൗഭാഗ്യങ്ങൾ തേടി അലയുക. ഇത് സമാധാനത്തിനുള്ള മാർഗമല്ല. ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ ദിക്റോട് കൂടി ജീവിക്കുമ്പോൾ മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ. അതേത് വിഷയത്തിലും. ഇവിടെ ഇപ്പോൾ നമ്മുടെ
കുടുംബം അതൊരു വലിയ സമാധാനവും അസമാധാനവും നൽകുന്ന കാര്യമാണ്. അതൊരല്പസമയം പറയണമെന്നതിൻ്റെ സംഘാടകർ നിർബന്ധിക്കുകയാണ്. പെണ്ണുങ്ങൾ അവിടുന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലോ ഞാൻ എന്തായാലും അത് പറയണം. അപ്പം നമുക്ക് മനസ്സിലായി ഓരോ കാര്യം സമാധാനത്തിലാണ്. അതപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇസ്ലാം നമുക്ക് വിവാഹം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞ നിർദ്ദേശം ലിതസ്കുനു ഇലൈഹ, സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. കല്യാണം കഴിക്കുന്നത് സമാധാനം കിട്ടാനാ. പക്ഷെ ഇവിടെ കല്യാണം കഴിയാൻ ശേഷം സമാധാനം പോകുന്നത്. കല്യാണം വരെ നല്ല സമാധാനത്തിലേ ആണും പെണ്ണും, ഒരാളുടെ കാര്യമല്ല. അതിൻ്റെ കാരണം വീട്ടിൽ സമാധാനം കിട്ടണമെങ്കിൽ ദിക്റോടുകൂടി ജീവിക്കുക. പിന്നെ ഒരൊറ്റ വാക്ക് പറയേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നേതൃത്വത്തോട് അങ്ങേയറ്റത്തെ വിനയവും അംഗീകാരവും അനുസരണവും ഒക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കുക, കുടുംബത്തിൽ സമാധാനം കിട്ടാൻ. ബാപ്പ പറഞ്ഞാൽ അയാളാരാ, അയാൾ ഒരു കൊല്ലം കിട്ടുന്ന പൈസ എനിക്ക് 2 ആഴ്ച കൊണ്ട് കിട്ടും, എനിക്ക് ഇനിയിപ്പോൾ അയാളൊന്നും പോയി പണിയൊക്കാൻ പറയും. ഏത് ബാപ്പ അപ്പം അവിടെ സമാധാനം ഉണ്ടാവില്ല. ഞാനൊരു ചെറിയ ഐഡിയ പറഞ്ഞതാ. മക്കൾ ചിലപ്പം ബാപ്പാനേക്കാൾ വലിയ കഴിവും ബുദ്ധിയും സാങ്കേതിക മികവും ടെക്നോളജിയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ബാപ്പ ഒരിക്കലും ബാപ്പ എല്ലാം ഉണ്ടാവില്ല. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് തലയും യോജിപ്പിക്കാൻ. ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ഇന്നലെ പെട്ടെന്നുണ്ടായ അധ്വാനത്തിൻ്റെ ഫലം നല്ല ഒരുപാട് അധ്വാനിച്ചതാണ്. അതിൻ്റെ ഫലമായിട്ടാണ് കിട്ടുക. പക്ഷെ ബാപ്പ മരിച്ചതിന് ശേഷം ആ പണം കൈയാളുമ്പോൾ മിക്കവാറും ആ ബാപ്പ നയിച്ചോട്ടുള്ള പൈസയുള്ള മക്കൾ തന്നെ നശിപ്പിക്കാറാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. കാരണം അവർക്ക് വിയർപ്പിൻ്റെ വില അറിയില്ല, അവർക്ക് വെറുതെ കിട്ടിയ പൈസയാണ് ഉണ്ടോ. അപ്പോൾ അവരങ്ങ് തീർക്കലാണ്. ഇതൊരുപാട് കഷ്ടപ്പെട്ട ജനറേഷനാണ്, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് കുടുംബത്തായിരുന്നാലും ഇനിയിപ്പോൾ ഒരു പള്ളിയിൽ നേതൃത്വത്തെ അനുസരിച്ച് ശീലിക്കുക. വീട്ടിൽ മാനും ബാപ്പാനും അനുസരിക്കുന്ന പോലെ നേതൃത്വത്തെ അനുസരിക്കുക. എങ്ങനെ പള്ളിയിൽ വന്നു, അതിന് സെക്രട്ടറി പറയാം, മോനെ ആ ഫാനൊന്നും ഓഫ് ആയിക്കോളൂ, വെറുതെ ഞാൻ ഫാൻ ഇട്ടാണ്, എൻ്റെ ബാപ്പൻ്റെതാ ഫാൻ എൻ്റെ ബാപ്പൻ്റെതാ. ഇത് ഒരു സമാധാനം സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തും അല്ലേ. അവിടെ ഒരു ചെറിയ ഇപ്പം നമ്മൾ ഡോക്ടർ മുമ്പ് ഇരിക്കുന്നുണ്ട്. അവിടെ ഡോക്ടർ പറയാം, അവിടെ ഒരു ബോർഡ് എഴുതിച്ചിട്ടുണ്ട്, ഇവിടെ തുപ്പരുത്. എന്താ തുപ്പിയാൽ അയാൾ കൂരൊന്നും വേണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അവിടെ തുപ്പാൻ വേണ്ടി മെനക്കെട്ടരുത്. അനുസരണം അത് കിട്ടാത്തൊരു സാധനം കേട്ടോ, ഇവിടെ ഇല്ലാത്തൊരു സാധനമാണ് അനുസരണം. ആർക്കും ഇല്ല. മുതലാളി പറയുന്നു തൊഴിലാളിയോട് 9 മണിക്ക് നിങ്ങൾ ജോലിക്ക് വരണം, നിർബന്ധമാണ്. അപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് ആ ജോലി കിട്ടാൻ വേണ്ടി സർ ഞാൻ 8 മണിക്ക് തന്നെ വരാറ്. കിട്ടിക്കഴിഞ്ഞ് ഒരു 5-6 മാസം ശമ്പളം വാങ്ങിയാൽ ഇങ്ങനെ ചിന്ന ചോറ് ഇങ്ങനെ കുത്താൻ തുടങ്ങും, വല്ലുമലും മജ്ജമലും ഒക്കെ. അപ്പോൾ പിന്നെ ഇതിലേതാ മുതലാളി എന്നുള്ളത് ഓനക്ക് തന്നെ സംശയമാവും. അനുസരണക്കുറവിൻ്റെ കാരണം. അപ്പോൾ സമാധാനം മുതലാളിയുടെയും പോയി തൊഴിലാളിയുടെയും പോയി. അപ്പോൾ മുതലാളി ചിലപ്പോൾ അല്ല ഞാൻ ഇങ്ങോട്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ 9 മണിക്ക് വരണം, ബ്ലോക്കാണ് ഇതങ്ങനെ ബ്ലോക്ക് ഞാൻ ബ്ലോക്കാക്കിയല്ല, UAE മുഴുവൻ ബ്ലോക്കാണ്. നിങ്ങൾ കാറ് കഴിഞ്ഞാണ് മൂപ്പർക്ക് കാറ് വാങ്ങി കൊടുക്കുക, ജോബ് വഴിക്ക് ഇവിടെ അത്രേ. ഈ ജാതി വർത്താനൊന്നും പറയരുത്. അനുസരണക്കുറവ് വലിയ ഇനി ഈ സ്കൂളിൽ മാഷുമാരൊക്കെ അനുസരണം വേണം. നേതൃത്വം, സംഘടനയിൽ നേതൃത്വം അനുസരിക്കണം കേട്ടോ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്യാറുണ്ട്, കാരണം സമാധാനം നഷ്ടപ്പെടാൻ. അപ്പം നമ്മൾ കുടുംബത്തിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും അനുസരണം വേണം. അവിടെ എവിടെയും വേണം അനുസരണം. അതെ, അല്ലാണ്ട് എന്നെ അനുസരിച്ചോളൂ നിങ്ങൾ. മുമ്പ് ഒരു ചങ്ങായി പറഞ്ഞു ബാപ്പനോട്, കുറേ കാലമായി ഞാൻ നിങ്ങളെ ബാപ്പ വിളിക്കണം, അന്ന് നിങ്ങൾക്കേ താടി ഉണ്ടായിരുന്നു, പിഞ്ചും വന്നൊരു താടി, ഇനി കുറച്ച് കാലം ബാപ്പ എന്നെ വിളിച്ചോളീന്നാ, മൂപ്പരെ വിളിച്ചോളാൻ. താടിയില്ലാത്തതിനല്ല ബാപ്പ വിളിച്ചത്, ഉണ്ടായിരുന്നല്ല ബാപ്പ വിളിച്ചത് ആണോ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് അനുസരണപൂർവ്വം ജീവിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുകയെങ്കിലേ സമാധാനം ഉണ്ടാവും കേട്ടോ. പണവും പ്രതാപവും പ്രശസ്തിയൊന്നും സമാധാനത്തിൻ്റെ കാരണങ്ങളല്ല. നല്ല ഒബീഡിയൻ്റായി ജീവിക്കുക തന്നെ ഒരു സമാധാനം ഉണ്ടാവും. ഇനി നമുക്ക് ജീവിതത്തിലേക്ക് കിടക്കാം. കുടുംബത്തിൽ ഇതുപോലെ തന്നെ സമാധാനം വീട്ടിൽ വേണമല്ലോ. അതിന് വേണ്ടിയത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പിയാപ്പിള എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഞാൻ പറയാം, സമാധാനം കിട്ടാൻ. ഈ പെണ്ണെന്ന് പറഞ്ഞ സാധനം കാണാൻ തിരക്കില്ല കേട്ടോ, നല്ല സാധനം. പക്ഷേ ഇതുണ്ടാക്കിയത് ഹുലിക്കത്ത് മിൻ നിലയിൽ ഒരു വളഞ്ഞ ഭാര്യയെല്ലാം ഉണ്ടാകും. ഇതിന് ബെൻഡുണ്ട്. വാങ്ങുന്നതിൻ്റെ മുമ്പ്
അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ ബെൻഡ് ഉണ്ടെന്ന് അറിയാണ്ട കല്യാണം കഴിച്ചാൽ ഓന് സമാധാനം ഉണ്ടാവില്ല. ആദ്യം ഇതിന് ബെൻഡ് ഉണ്ടെന്ന് അറിയണം. ഈ പെണ്ണുങ്ങൾക്കൊക്കെ ബെൻഡ് ഉണ്ട്. നാട്ടിൽ കാണുന്ന ഒരു പെണ്ണിനും ബെൻഡ് ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ രേഖ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പോലും ഇതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചില സന്ദർഭങ്ങളിലൊക്കെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ തൻ്റെ ഭാര്യയിൽ ഒരു ഭാര്യ കുറച്ച് പലഹാരം കൊടുത്തയച്ചു. അത് ഇഷ്ടപ്പെടാത്ത ആയിഷ റളിയല്ലാഹു അൻഹ എടുത്ത് വലിച്ചെറിഞ്ഞു. റസൂലുള്ള വലിച്ചെറിഞ്ഞ പാത്രം പൊട്ടിപ്പോയിട്ടുണ്ട്. ആ സാധനങ്ങളൊക്കെ വേറൊരു പാത്രം എടുത്തുകൊണ്ടിട്ട് പലഹാരമൊക്കെ അതിൽ പൊറുക്കി വെച്ച് നബി അകത്തുകൊണ്ട് വെച്ച്. എൻ്റെ വീട്ടിലേക്ക് എൻ്റെ പെങ്ങൾ കൊടുത്തയച്ച ഒരു പലഹാരം എൻ്റെ ഭാര്യ എൻ്റെ മുമ്പിൽ നിന്ന് വലിച്ചെറിഞ്ഞാൽ ഞാൻ അകത്തു പോയിട്ട് പാത്രം എടുത്തിട്ട് ഇതൊക്കെ പെറുക്കി അകത്തോണ്ടേക്ക് ചെയ്യുക ആണോ? ഞാൻ അകത്തേക്ക് കയറും. അതെന്തിനാ അറിയോ? ഓളെ സാധനമൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടാൻ കഴിയും. ഇതിന്റെ കഥയില്ലേ? ഇവിടെ നമ്മൾ അറിയേണ്ടത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആരാണ്? ഉമ്മുൽ മുഅ്മിനീൻ അല്ലേ? മുഅ്മിനീങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് ഇത്. അതേ ദിവസത്തിൽ ഒരു സ്ത്രീക്ക് ഒരു ബെൻഡുണ്ട്. ഇപ്പൊ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ ബെൻഡ് അറിഞ്ഞുകൊണ്ട് ഇവിടുന്ന് വിട വാങ്ങുന്നതിന് മുമ്പ് ഖുത്ബത്തുൽ വിദായിൽ വെച്ച് റസൂലുള്ള പറയാണ്, അലാ വസ്തൗസു ബിന്നിസായി ഖൈറ, വിശ്വോത്തരമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗമാണ്. അറിയുക സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വസ്തൗസു ബിന്നിസായി ഖൈറ, ഭാര്യമാരോട് നന്നായി പെരുമാറണം എന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. റസൂലുള്ള വസിയത്ത് ചെയ്യുക. റസൂലുള്ള വസിയത്ത് ചെയ്യുന്നത് അന്തിമ പ്രസംഗത്തിൽ നമ്മളോട് വസിയത്ത് ചെയ്യുക, നന്നായി പെരുമാറണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇതിനോട് നന്നായി പെരുമാറാൻ കഴിയൂല, അതുകൊണ്ടാണ് വസിയത്ത്. പെണ്ണുങ്ങൾ പറയുന്ന നിർത്തിക്കാളി, ഈ കോലത്തിലാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ അല്ലേ? അപ്പോൾ ഇവരോട് ഞാൻ നിങ്ങൾക്ക് നല്ലതാ പറഞ്ഞു തരുന്നത്, ഗുണം കിട്ടും കേട്ടോ. ഖിയാറുക്കും ലി അഹ്ലിഹി, ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. ഏറ്റവും നല്ല സൽസ്വഭാവം, ഏറ്റവും നല്ല സൽസ്വഭാവം കാണിക്കേണ്ടത് ഭാര്യമാരോടാണ്. നമ്മളൊന്നും ഭാര്യമാരോടല്ല. നമ്മളിപ്പോൾ സുഹൃത്തുക്കളെ കണ്ടാൽ ഹലോ അല്ലേ? ഭാര്യനോടോ കല്യാണം കഴിഞ്ഞ ഉടനെ മലയാള മാപ്പിളപ്പാട്ട് പറഞ്ഞ പോലെ മൊഹബത്തിൻ്റെ സത്തെ മുത്തെ ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ 5-6 മാസം കഴിഞ്ഞാൽ പൊത്തെ വേണേ നിന്നോ, ഇഷ്ടണ്ടേ നിന്നോ, ഇവിടെ നിർബന്ധമൊന്നുമില്ല, എന്നെ പോലത്തെ 100,000 ഉണ്ട്, അത് വേറെ. എൻ്റെ പിന്നാലെ എത്ര എണ്ണം വന്നാണ് ഓളും പറയും അങ്ങനെ തന്നെ, ലൈൻ നിന്നതായിരുന്നു. അപ്പോൾ നിങ്ങളെയാണ് കിട്ടിയത്, പടച്ചോൻ്റെ വിധി നോക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ രണ്ടും കൂടി ഒരു അസമാധാനത്തിൻ്റെ കാരണം ഇപ്പം എന്താ? ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് രണ്ടു കൂട്ടരും കിടക്കുകയാണ്. പകരം ഇതൊരു വളഞ്ഞ ഭാര്യയല്ല ഉണ്ടാ സൃഷ്ടിച്ചത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കരിഹ ഖുൽഖൻ റലിയ ഖുൽഖൻ ആഖർ, ഒരു സ്വഭാവം നിനക്ക് തൃപ്തികരമല്ലെങ്കിൽ മറ്റൊരു സ്വഭാവം നിനക്ക് തൃപ്തിയുണ്ടാവും. അതുകൊണ്ട് ആ തൃപ്തിയുള്ള സ്വഭാവത്തിൽ നീ സന്തോഷിക്കുക, സമാധാനം കണ്ടെത്തുക. നമ്മളങ്ങനെയാണോ? നമ്മൾ എന്താണോ അവൾക്കുള്ള വീക്ക്നെസ് അത് പാർവതീകരിക്കല. എന്നിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കുറേ ഓളെ പറയും, ഓള് എന്ത് പറഞ്ഞിട്ട് നടക്കണില്ല, ഒരു നിലക്ക് ഓൾക്ക് ചൂടാവില്ല. ആയിക്കോട്ടെ നിങ്ങൾ പറയും വിധി, എൻ്റെ വിധിയല്ലേ എന്നിങ്ങനെ പറയും. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും എന്താ അറിയോ, എന്നെ പറഞ്ഞില്ല, എൻ്റെ തള്ളുണ്ടല്ലോ ആ തള്ള. നമ്മൾ സമാധാനക്കേട് ഉണ്ടാക്കി ബലം എടുത്തു വാങ്ങണമല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഓൾ ഇമ്മനെ പറഞ്ഞിട്ട് നടക്കുന്നില്ല. അപ്പോൾ ആ തണ്ടല്ല ഷെയ്പ്പേ മരികളും അതുകൊണ്ട് എന്നിട്ടും മാറും. ഓള് ആ മാറ്റൂടി നിങ്ങളാട് ശരി മാറ്റാൻ നിങ്ങളത് മാറും എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആങ്ങളച്ചക്കനിലേക്ക് കിടക്കും. ആങ്ങളച്ചക്കൻ ഏച്ചായിരിയല്ലോ, സാധാരണ ഓനേക്കാൾ ചിലപ്പോൾ ആരോഗ്യമുള്ളവനായിരിക്കും. ആ ചെക്കൻ്റെ കൈ കാലം അടിച്ചു മുറിക്കുന്നു. അത് ചിലപ്പോൾ ഇപ്പോൾ കേട്ടുകൊണ്ടുവരും അളിയച്ചക്കെ. ആരാകാലാക്കൾ മുറിക്കുന്നത്? ആര്? ഞാൻ പറഞ്ഞു എന്നെ വെറുതെ നമ്മൾ തമ്മിൽ അതെ. ഇത് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ. അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് എവിടുന്ന് വേണമെന്നറിയോ? ഏറ്റവും നല്ല സ്വഭാവത്തിന്, നമ്മളെ ഏറ്റവും നല്ല സ്വഭാവത്തിന് അർഹതപ്പെട്ട ആളാരാ? ഇത് ദിക്റാണ്. സമാധാനത്തിന് അർഹതപ്പെട്ട ആളാരാ? നമ്മളെ ഭാര്യയാണ്. നമ്മളെ ഭാര്യയോട് നമ്മൾ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് കൂടി കേട്ടോളി, റിഫ്ഖൻ ലിൽ ഖവാരിർ, സ്ഫടികത്തോട് നിങ്ങൾ സൗമ്യമായി പെരുമാറണം. പെണ്ണിനെ ഇസ്ലാം കണ്ടത് സ്ഫടികമായിട്ടാണ്. നമ്മൾ സ്ഫടികമായിട്ടല്ലാണ്ട് നായിക്കാട്ടായിട്ടാ. സ്വഭാവം തന്നെയാണ്.
ഞാൻ അത് നിങ്ങളെ ഹയാലിനെ, നിങ്ങളെ ഭാവനയെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. കാരണം പെണ്ണെന്ന് പറഞ്ഞ സാധനം ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം, എളുപ്പം മനസ്സിലാക്കണല്ലോ. ഇത് കഴിഞ്ഞ് പോയാൽ നിങ്ങൾ പാട്ട് ചെല്ലുമ്പോഴത്തെ കയറി കഴിഞ്ഞാൽ ചോർത്തച്ചാ നിങ്ങൾ ഓരോ അയച്ചിട്ടാ വരിക അയച്ച്. നിങ്ങൾ എവിടെ പോയേ? ഞാനവിടെ പുസ്തകം കേൾക്കാൻ. ഞാൻ വിചാരിച്ച് നിങ്ങൾ എനിക്കും കൂടി എന്തെങ്കിലും കൊണ്ടുവരും വെച്ചിട്ട് ഞാൻ മുണ്ടാണ്ടൊക്കെ എടുക്കുക അവിടെ. അപ്പം നിങ്ങൾ എന്തെങ്കിലും കിട്ടാൻ വെച്ചിട്ട് അകറ്റുന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെയില്ല. അപ്പം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും കിട്ടുമോ നോക്കേ. ഇറങ്ങിയിട്ട് കൊണ്ടുവന്ന് അതും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിയൊക്കെ ആയിട്ട് ഇവിടെ പൊറിക്കുകയാണ്. അപ്പം ആഗ്രഹിച്ച ഒരു സാധനം ഉണ്ടാവും, അത് ചിലപ്പം കിട്ടിയിട്ടുണ്ടാകാം. അപ്പോൾ അല്ല നിങ്ങൾ മന്തി വാങ്ങിയ ഇത് ഈ രാത്രി പാറൊക്കെ അപ്പം എല്ലാം ഞാൻ അവിടുന്ന് ചപ്പാത്തി ഹുബൂസൊക്കെ കിട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് തിന്ന് അതെ നിങ്ങൾക്ക് വേണ്ടിയാ നിങ്ങൾ വാങ്ങി, എനിക്കുള്ള നിങ്ങൾക്ക് നോക്കണ്ടല്ലോ. നമ്മൾ പിന്നെ ആർക്കും വേണ്ടിയാ നോക്കിയത്? ഇത് ഇവളിന്ന് കേട്ട ഉടനെ സാധാരണഗതിയിൽ നിങ്ങൾ ഉണ്ടാക്കും. ശരി, ടിക്കറ്റ് ഒക്കെ തരട്ടാ, ഇത് എൻ്റെ നാടല്ല. ഞാൻ ഇവിടുന്ന് ഇപ്പം കയറ്റും അടുത്ത ആഴ്ച. എനിക്കിങ്ങനെ മുന്നോട്ട് കൊണ്ടാക്കിയില്ലെന്ന് ഞാൻ എന്തെല്ലാം കേട്ടിട്ടപ്പോൾ വരുന്ന അറിയോ? ജി കേട്ടോ ഒന്നും പ്രാവർത്തിയാക്കാനും കൂടെ ആയില്ല. അതാണ് കാരണം. അപ്പൊ ജി പറഞ്ഞെന്താ അറിയോ? എന്താ പറഞ്ഞറിയോ? ഇന്ന് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു എൻ്റെ വളവ് മുഴുവൻ. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ നിന്നോട് ഏറ്റവും നന്നായി പെരുമാറി ഏറ്റവും നല്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദാസനാകാൻ പോവുകയാണ്. ഏറ്റവും നല്ല സൽസ്വഭാവി ഞാനാവണം. കാരണം ഏറ്റവും നല്ല സൽസ്വഭാവം നാളെ പരലോകത്ത് ഏറ്റവും ധനം തോന്നുന്നതാണ്. ആ സ്വഭാവത്തിൽ ഏറ്റവും നന്നായി പെരുമാറാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നോട് നിർദ്ദേശിച്ചിട്ടുള്ളത് നിന്നോടാണ്. അതുകൊണ്ട് അങ്ങനെ എന്നെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകണ്ട, ഞാൻ സ്വർഗത്ത് പോകും. അതുകൊണ്ട് ഞാൻ നല്ല പെരുമാറും. സാമയ്ക്ക് ഒന്നും കൂടി പറയാറിയാം, പിന്നോക്ക് പറയാൻ കഴിയൂ? നമ്മളങ്ങനല്ല, നമ്മൾ പാഞ്ഞ് ലെർബ് സർഫാക്കല, ലറബല്ല ലെർബ്. ഈ ക്രിയ ഫീൽ ഉണ്ടല്ലോ, അതാണ് ഈ സർഫാക്കാറ്. അതുപോലെ നമ്മൾ ലറബ ലെർബു എന്നല്ലോ. അപ്പം അടിച്ചാൽ എണ്ണം കിട്ടും 14 കൃത്യമായിട്ട്. ഇത് ഞാൻ പറയുന്നവർക്ക് ഗ്രാമർ തിരിഞ്ഞവർക്ക് മനസ്സിലാവും അടിൻ്റെ എണ്ണത്രായിരുന്നു. അപ്പോൾ അടിച്ചിട്ട് ചിലവർ മുട്ടുകൈ കൊണ്ടൊക്കെ കുത്തുക, കുത്തും പോലെ. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് ഒരാണിനാണ് എങ്ങനെ നിങ്ങൾ വിവരറിയില്ലേ? അപ്പം നമ്മൾ സമാധാനം പോക്കുന്നതിൽ വലിയ പങ്ക് നമ്മക്കാണ്. എന്താ കാരണം? സ്ത്രീ എന്താണ് നമ്മൾ അറിയില്ല. ഇപ്പം നിങ്ങൾ ഓരോ ഡ്രസ്സ് അലക്കി വെച്ച് ഇസ്തിരിട്ട് നന്നായിട്ട് മടക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷെ നിങ്ങൾ ഇടാൻ നേരത്ത് അതിവിടെ ഒരു കറ. അപ്പം നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് കറ? അത് കാക്കരുന്നായിരിക്കും. അപ്പം നീ ഇത് ശ്രദ്ധിച്ചില്ലേന്നു? അതിൻ്റെ മറുപടി എന്തായിരിക്കും? ഈ പണിയൊക്കെ എടുത്തോളാ, തിരുമ്പിയതും ഇട്ടതും നമുക്ക് വേണ്ടിയിട്ട് ആക്കിയതൊക്കെ ഓളാണ്. പാവം ആ പണിയൊക്കെ എടുത്ത് വെച്ചെന്ന്. പക്ഷെ ഭർത്താനുണ്ടല്ലോ, ഇപ്പം എന്താ പറയാൻ പോകുന്നത്? നിങ്ങൾ കാക്കനോട് ഞാൻ പറഞ്ഞില്ല അവിടെ ഇരിക്കേ, നിങ്ങൾ നോക്കിക്കൂടെ ഇല്ല കാക്കനെ? ഇങ്ങനെ പറയാ. അപ്പം നമ്മൾ അറിയാണ്ടത് എന്തായിപ്പോ ദേഷ്യം പിടിച്ചു പോകും. കാരണം ദേഷ്യം പിടിക്കാത്ത കാലുണ്ട്. നിങ്ങൾ എന്ത് വിളിച്ചാലും നിങ്ങൾ കണ്ടില്ലേ, കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ പേരെടുത്ത് നിങ്ങളെ എന്ത് ഹംക്കെന്ന് വിളിക്കും, എന്ത് ഹംക്ക് വേണമെങ്കിലും വിളിച്ചോന്നാ. കല്യാണം കഴിഞ്ഞ ഉടനെ പിന്നെയാണ് ഇവന് മനസ്സിലാകുക പേര് വിളിക്കരുത് കേട്ടോ. നമ്മളെന്താ പറയുക, അറബികളൊക്കെ അങ്ങനെയാണല്ലോ. അറബിയല്ല നമ്മള്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നാവ് വളക്കി പുറത്തേക്കിട്ടാൽ നമ്മൾ മലയാളം വരുന്നത്. നമുക്ക് നാടിനൊരു സംസ്കാരമുണ്ട്. കാക്കാന്നൊക്കെ വിളിച്ചാൽ എന്താ അറിയോ, നിങ്ങൾ ലേശം വലുതാവും അല്ലേ? മറ്റേ നിങ്ങളെ പേര് ഓളും വിളിക്കും, ഒരു വലുതായത് ഇതിൽ ആരാന്ന് തിരിയാണ്ടാവും. അപ്പോൾ ഒരു ഇക്റാം ആദരവ് നഷ്ടപ്പെടും, കുടുംബത്തെ ആദരവ് നഷ്ടപ്പെടാൻ പാടില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ റിജാലു ഖവ്വാമുന അലൻ നിസാ, ഭാര്യമാരെ നീതിയുക്തമായി വളരെ സ്നേഹത്തോടു കൂടി അവരെ നിയന്ത്രിച്ച് വളർത്തിക്കൊണ്ടുവരണം ഭർത്താക്കന്മാർ. അതൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങളാണ്. അതുകൊണ്ട് ഇനി ഒരു കാര്യം കൂടി കേട്ടോളി. മാ അക്രമൻ നിസാ ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. നീചന്മാരായ ഭർത്താക്കന്മാർ ഭാര്യമാരെ നിന്ദിക്കും, ബഹുമാന്യരായ ഭർത്താക്കന്മാർ ഭാര്യമാരെ ആദരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ മാന്യന്മാരായ ഭർത്താക്കന്മാരാവണം. എന്ത് വേണം? ഭാര്യമാരെ ആദരിക്കണം. അവരെ നിന്ദിച്ച് സംസാരിക്കുന്നവർ നിന്യന്മാരായ ഭർത്താക്കന്മാരാണ്. ഇതൊക്കെ നമ്മൾ അറിയണം. ഇതൊന്നും അറിയാണ്ട് കല്യാണം കഴിച്ചു, നാളെ മുതൽ എൻ്റെ പേസ്റ്റിന്റെ മുകളിൽ ബ്രഷിന്റെ മുകളിൽ പേസ്റ്റ് തേച്ച് കൊണ്ടുപോയി തരിക, പല്ല് വേണമെങ്കിൽ അവിടെ ഇങ്ങനെ വെച്ച് തരുന്നത് നിങ്ങൾ ഇങ്ങനെ ആക്കുക. അതിന് കാത്തിക്കണമല്ല നിങ്ങൾ. എന്നിട്ട് ചോറായില്ല കറിയായില്ല മറ്റായാലും എന്താണ് എനിക്ക് പണിയെന്ന് കഴിക്കല്? അവരെടുക്കുന്ന പണി നമ്മൾ എടുത്ത് നോക്കണം. എടുക്കാൻ കഴിയില്ല. ചായ ഒന്ന് കാച്ചിയാൽ മതി, എറുമ്പ് ഘോഷയാത്ര ആയിട്ട് വരും.
കാരണം വിവരം അറിയാം നമ്മൾ അയച്ച് ഇവിടെ അല്ല, ഇവിടെ ഇവിടുന്ന് കാണില്ല. നാട്ടിൽ നിങ്ങൾ കാരണം വലിയ കാര്യം പോലെ ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് ഇന്നാ പൊയ്ക്കഴി ചെല്ല് 4 ദിവസം പോയി നിൽക്കുക എൻ്റെ പുരയിൽ എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞേക്കോ. വൈകുന്നേരമാകുമ്പോൾ ഒരു 5 ഹലോ ലക്കരിയാണ് ഈ ലക്കരിയല്ല കേട്ടോ, ഞാൻ മൂപ്പരെ കണ്ടോട് വിളിച്ചതാ ലക്കരി. പിന്നെ ഇത് വരുന്നുണ്ടെങ്കിൽ ഞാൻ അതിലേ വരുന്നുണ്ട്. മൂപ്പർക്ക് ഇവിടെ മതിയായിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും 4 ദിവസം കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞായിക്കോട്ടെ വരുമല്ല, പക്ഷെ ഞാൻ അതിലെ വരുന്നുണ്ട്. അതാ കാരണം നമ്മക്ക് അങ്ങനെ പൊറപ്പിക്കാൻ കഴിയില്ല അല്ലേ? അതൊരു സ്നേഹമുള്ള മനസ്സിന്റെ ഉടമസ്ഥന് സാധ്യമല്ല. അതാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങളുടെ മവദ്ദത്തൻ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മത്തൻ, വാത്സല്യവും സ്നേഹവും സമാധാനവുമുള്ള ഒരു മനസ്സ് രണ്ടു കൂട്ടർക്കും തന്നിട്ടുണ്ട്. ആ അസമാധാനം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ഒറ്റ നിർദ്ദേശം കൂടി. എന്നിട്ട് പോരെ, ഇത്ര അറിയതേ, ഇത്രയല്ല നിങ്ങൾ പറഞ്ഞു അല്ലേ? അപ്പോ സമാധാനം നിങ്ങൾക്ക് കിട്ടാൻ ഒരൊറ്റ ഐഡിയ ഖുർആന്റെ. ഈ ഒരു ഐഡിയ ഒന്ന് കേട്ടു നോക്കി. ഖുർആൻ പറഞ്ഞ ഒറ്റ ഐഡിയ, ഹുന്ന ലിബാസുല്ലക്കും വാൻതും ലിബാസുല്ലഹുന്ന. നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളെ പോലെ ജീവിക്കണം സമാധാനം കിട്ടാൻ. വസ്ത്രങ്ങളെ പോലെ എങ്ങനെ നമ്മൾ ജീവിക്കുക? ഞാൻ വസ്ത്രം അണിഞ്ഞ എന്തിനാ? 1, ചൂടും തണുപ്പും രക്ഷ വേണം. 2, എൻ്റെ കോപ്യമായി മറയേണ്ട ഭാഗങ്ങൾ മറയണം അല്ലെ? കോപ്യമായി നിൽക്കേണ്ടതൊക്കെ കോപ്യമായി നിൽക്കണം. ഇനി 3ാമത്തത് എനിക്ക് സൗന്ദര്യം വേണം. ഈ 3 കാര്യം എനിക്ക് വസ്ത്രം കൊണ്ടുണ്ടാവണം. നമ്മൾ പരസ്പരം വസ്ത്രങ്ങളാന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് മറയേണ്ട, അവൾക്ക് അഭിമാനത്തിന് കോട്ടം വരുന്ന ഒന്നും ഞാൻ ചെയ്യരുത്. എന്താ, എൻ്റെ ഭർത്താവിന് കോട്ടം വരുന്ന ഒരു സംസാരവും അവളും നടത്തരുത്. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, സ്വർഗത്തിലെ ഏറ്റവും എത്തപ്പെടുന്ന നല്ല ഭാര്യമാർ ആരാണ്? അൽ വദൂദ്, ഭർത്താവിനെ അളവറ്റ് സ്നേഹിക്കുന്ന ഭാര്യയാണ്. ആ അളവറ്റ് സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വസ്ത്രങ്ങളെപ്പോലെ ജീവിക്കണം. അവരെ പ്രത്യാരോപണങ്ങൾ പറയരുത്, അവളെ നിന്ദിക്കുന്ന വർത്തമാനങ്ങൾ പറയരുത്, അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന വാക്കുകൾ ഭാര്യ പറയാൻ പാടില്ല. കല്യാണം കഴിഞ്ഞ ഉടനെ ചിലപ്പം ചില അമ്മളന്മാരെ, ഞാനിപ്പോൾ ഒരു പെണ്ണിൻ്റെ ഭർത്താവുള്ള, അപ്പം എൻ്റെ അമ്മ പറയും, ഓനൊക്കെ എങ്ങനെ എന്തായി ചെറുപ്പത്തിലൊക്കെ എൻ്റെ റബ്ബേ ഭയങ്കര കുരുത്തക്കട് കളിച്ചതാണോ എന്നൊക്കെ പറയും നമ്മളെ വാരിനോട്. അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ ശേഷം നമ്മൾ മാന്യമായി ഇങ്ങനെ പോവുമായിരിക്കും. അപ്പോഴായിരിക്കും നമ്മളമ്മ അത് പറയാം. നമ്മളമ്മനെ നമുക്കൊന്നും കാട്ടാൻ പാടില്ലല്ലോ. ഇസ്ലാമിൽ അത് സ്ത്രീയാണല്ലോ, വളവൈലും ഉണ്ടാവുമല്ലോ. ഈ വളവുണ്ട